നമ്മൾ ജീവിതത്തിൽ നിർവഹിക്കുന്ന ആരാധനകളും അനുഷ്ഠാനങ്ങളും പുണ്യങ്ങളും ഏതെല്ലാമാണെങ്കിലും അതിന് അള്ളാഹുവിൻ്റെ അടുത്ത് സ്വീകാര്യതയും അത് നിർവഹിക്കുന്നതിലൂടെ ലഭിക്കുന്ന പുണ്യവും സംഭവിക്കുന്നത് നമ്മുടെ മനസ്സിലെ ഉദ്ദേശങ്ങൾക്കും ചിന്തകൾക്കും അനുസരിച്ചിട്ടാണ്. അപ്പം ഇന്ന് നമ്മളെല്ലാവരും മഗ്രിബ് നിസ്കരിച്ചാണ് ഇങ്ങോട്ട് പോകുന്നത്. മഗ്രിബ് നിസ്കരിച്ച എല്ലാ ആളുകൾക്കും ഒരേ കൂലിയല്ല പടച്ചോൻ കൊടുക്കുക. പലർക്കും പല നിലക്കുള്ള പുണ്യങ്ങളായിരിക്കും കിട്ടുക. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പഠിപ്പിച്ചു. 10ൽ 1 കൂലി കിട്ടിയ ആളുണ്ടാകും, 10ൽ 2 കൂലി കിട്ടിയ ആളുണ്ടാകും, 5 ഉണ്ടാകും, 8 ഉണ്ടാകും, 10ൽ 10 കിട്ടിയ ആളുണ്ടാകും. അതേപോലെ തന്നെയാണ് നമ്മളിപ്പോൾ ഈ ഒരു ഓഡിറ്റോറിയത്തിൽ വന്നിവിടെ ഇരിക്കുന്നു. ഇന്നത്തെ ദിവസം കുറേ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്ത് നമ്മളെല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. ഈ എത്തിച്ചേർന്ന നമുക്ക് എല്ലാവർക്കും ഒരേ പുണ്യമല്ല കിട്ടുക, എല്ലാവർക്കും ഒരേ ഫായിദയുമല്ല കിട്ടുക, എല്ലാവർക്കും ഇതിൽ നിന്ന് ഒരേ ഗുണഫലമല്ല കിട്ടുക. അപ്പോൾ ചിലപ്പോൾ ഞാൻ പറയുന്നൊരു പോയിൻ്റ് വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചിടത്തോളം സ്വാധീനിച്ചതിലേറെ ആഴത്തിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഉപകാരപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഞാനിവിടുന്ന് രാത്രി ഡ്രൈവ് ചെയ്ത് ഇനി എൻ്റെ വീട്ടിലെത്തണം. കുറച്ചൊരു റിസ്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. പക്ഷേ എനിക്ക് കിട്ടുന്നതിലേറെ വലിയ കൂലി ചിലപ്പോൾ അവിടെ വരാത്ത ഒരാൾക്ക് കിട്ടാൻ ഉള്ള സാധ്യത ഉണ്ട്. ആ വ്യക്തി ഇവിടെ വരണമെന്ന് ആഗ്രഹിച്ചിരുന്നു, അതിനുള്ള പ്ലാനിങ് ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ എന്തോ കാരണവശാൽ അയാൾക്ക് വരാൻ പറ്റിയില്ല. അപ്പം അയാളുടെ ഉള്ളിലുണ്ടാകുന്നൊരു പെയിൻ ഉണ്ടാകും, പറ്റിയില്ലല്ലോ എന്നുള്ള. അതിനാണ് അവിടെ കൂലി. ഞാൻ പറയുന്നത് ഇഖ്ലാസ് എന്നത് ഭയങ്കര പ്രധാനമാണ്. നമ്മളെപ്പോഴും പറയുന്നൊരു വാക്കാണ് ഇഖ്ലാസ്. ഇഖ്ലാസ് നമ്മളിങ്ങനെ സ്ഥിരമായി പറയും. ഈ ഇഖ്ലാസ് എന്നത് എത്രത്തോളം മഹത്തരമാണെന്നറിയാൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസം പെരിന്തൽമണ്ണയിൽ നമ്മുടെ ഒരു സഹപ്രവർത്തകൻ, പെരിന്തൽമണ്ണ സലഫി മസ്ജിദിൻ്റെ പരിപാലനമൊക്കെ നിർവഹിക്കുന്ന നമ്മുടെ ഒരു സുഹൃത്ത് മരണപ്പെട്ടു. അപ്പോൾ എല്ലാവരും ഉണ്ട്, നമ്മളെല്ലാവരും ഇവിടെ ഉണ്ട്. അപ്പോൾ മയ്യത്ത് ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, തൗഹീദുള്ള കുറേ മനുഷ്യന്മാരിവിടെ വന്നിട്ടുണ്ട്. അവരൊക്കെ അവരുടെ ജോലി സ്ഥലത്തുനിന്ന് ഓടിക്കതച്ച് പാഞ്ഞു വന്നിരിക്കുകയാണ്. ഇവിടെ ഇപ്പം എന്താ നടക്കാൻ പോണേ? 4 തക്ബീർ ചൊല്ലും. 1ാമത്തെ തക്ബീറിൽ ഫാത്തിഹ ഓതും, 2ാമത്തെ തക്ബീറിൽ റസൂലുള്ളാഹിൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലും, പിന്നെ മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കും, 4ാമത്തെ തക്ബീറിൽ സലാം വീട്ടും. ഇതേ നടക്കണുള്ളൂ. പക്ഷെ അതിന് പടച്ചോൻ കൊടുക്കുന്ന പ്രതിഫലം എന്താണ്? അതിന് പടച്ചോൻ കൊടുക്കുന്ന പ്രതിഫലം ചെയ്യണവർക്ക് കൂലിയും ആ വ്യക്തിക്ക് പാപമോചനമാണ്. അപ്പോൾ അവിടെ ശരിക്കും എന്താണ്? ആ തക്ബീർ ചൊല്ലുന്ന വ്യക്തിയുടെ ഉള്ളിലെ മനസ്സിനും ഇഖ്ലാസിനുമാണ് യഥാർത്ഥത്തിൽ അവിടെ കൂലി കിട്ടുന്നത്. ഏറ്റവും നല്ല രീതിയിൽ അത് നിർവഹിക്കുക എന്നുള്ളതാണ്. ഏറ്റവും നല്ല രീതിയിൽ അത് നിർവഹിക്കുക എന്നുള്ളതാണ് അവിടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ഇവിടെ വന്ന ആളുകളോടൊക്കെ ഞാൻ പറയാണ്, നമ്മളൊരുപാട് ക്ലാസ്സുകൾക്ക് പോകാറുണ്ട്, ഒരുപാട് സമ്മേളനങ്ങൾക്ക് പങ്കെടുക്കാറുണ്ട്, യൂട്യൂബിൽ നിന്ന് നമ്മൾ സ്പീച്ചുകൾ കേൾക്കാറുണ്ട്, പീസ് റേഡിയോ തുടർച്ചയായി കേൾക്കുന്ന ആളുകൾ ഇവിടെയുള്ള ചില ആളുകളൊക്കെ എനിക്കറിയാം. തുടർച്ചയായി കേൾക്കണേ. പീസ് റേഡിയോ ഒന്ന് സ്റ്റക്കായി കഴിഞ്ഞാൽ മെസ്സേജൊക്കെ വരും, നമുക്ക് ഒന്നും കേൾക്കണില്ലല്ലോ എന്ന് മെസ്സേജ് വരും. അങ്ങനെ അത്ര കണ്ടിന്യൂസ് ആയി കേൾക്കണേ ആളുകളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. നമ്മൾ അവലോകനം ചെയ്യേണ്ട ഒരു കാര്യം, ഞാൻ കേൾക്കണീന് മാത്രം എനിക്ക് ഗുണവും ഉപകാരവും കിട്ടുന്നുണ്ടോ എന്നതാണ്. നിങ്ങൾ ലേഡീസ് വേണമെങ്കിൽ ഇങ്ങോട്ടിരുന്നാൽ കുറച്ചുകൂടി നന്നാവും. ആ സദസ്സിനൊരു ബർക്കത്ത് ഉണ്ടാവും. ഈ സൈഡിലേക്ക് ഇരുന്നോളൂ എല്ലാവരും.
ഒരു കാര്യം നമുക്ക് മനസ്സിലാകുന്നിടത്തും പഠിയുന്നിടത്തും ഒന്നാമത്തെ കാര്യം നമ്മളെ ഉള്ളിലെ നീയത്താണ്. ഉള്ളിൽ ഇനിയിപ്പോൾ നമ്മൾ റമദാനാകുമ്പോൾ കുറേ ക്ലാസ്സുകളൊക്കെ കേൾക്കാൻ പോവാണ് അല്ലേ. ഞാൻ തിരൂർ പള്ളിൻ്റെ ഡോറിൽ തന്നെ വലിയ ഫ്ലക്സൊക്കെ കണ്ടു. അപ്പോൾ ഞാനിങ്ങനെ പേരുകളിങ്ങനെ വായിച്ചു നോക്കി. അത്യാവശ്യം ഒരു 1-2 ആളല്ലാത്തവരൊക്കെ ഒരു 10-40 കിലോമീറ്ററൊക്കെ യാത്ര ചെയ്ത് വരണം. ഞാൻ പൊതുവേ റമദാനായ പിന്നെ അങ്ങനെ ദൂരത്തേക്ക് പോലില്ല. അങ്ങനെ റമദാനല്ലാത്ത കാലത്ത് ഏതായാലും നമ്മൾ ഫുൾ യാത്രയാണ്. അപ്പോൾ റമദാൻ കുറച്ചും കൂടി യാത്രകളൊക്കെ ഒന്ന് ക്രമീകരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ ഏത് പോസ്റ്റ് കണ്ടാലും ഞാൻ നോക്കുക എന്താ അറിയോ, ഇവരൊക്കെ എത്ര യാത്ര ചെയ്ത് വരണം എന്നാണ്. അങ്ങനെ യാത്ര ചെയ്ത ആളുകൾ വരുന്നു, നമ്മളും പോയി കേൾക്കുന്നു. അപ്പോഴൊക്കെ നമ്മളിൽ ഈ കേൾവി ഒരു മാറ്റം സൃഷ്ടിക്കണമെങ്കിൽ, കുറച്ച് കാര്യം നമ്മൾ ചെയ്യണം. ഞാൻ ആ പോയിൻ്റാണ് ഏറ്റവും ആദ്യം പറയാൻ വിചാരിച്ചത്. നിങ്ങൾ നോക്ക്, കുറച്ച് അരി ഒരു ചാക്കിലുണ്ട്, കുറച്ച് വെള്ളം ഒരു കലത്തിലുണ്ട്, ഗ്യാസ് വേറൊരു സ്ഥലത്തുണ്ട്, നമ്മൾ വേറൊരു സ്ഥലത്തുണ്ട്. ഇതൊക്കെ വേറെ വേറെ സ്ഥലത്ത് കടന്നാൽ ഇത് ചോറും കഞ്ഞിയൊന്നും ആവില്ലല്ലോ. ആവുമോ? ഗ്യാസ് സ്റ്റവ് അവിടെ നിൽക്കുന്നുണ്ട്, ഗ്യാസിൻ്റെ കുറ്റി അപ്പുറത്തുണ്ട്, അരി അതിൻ്റെ അപ്പുറത്തുണ്ട്, പിന്നെ വെള്ളം അതിൻ്റെ അപ്പുറത്തുണ്ട്. അതൊക്കെ ഒന്ന് കൂട്ടി ഘടിപ്പിക്കണം, അപ്പോഴേ അത് കഞ്ഞിയായിട്ടും ചോറായിട്ടൊക്കെ വരുള്ളൂ. എന്ന് പറയുന്ന പോലെ നമ്മൾ കേൾക്കുന്ന ഒരു മെസ്സേജ് നമുക്ക് ഉപകാരപ്പെടണമെങ്കിൽ കുറച്ച് കാര്യം നമ്മൾ ചെയ്യണം. അതിലൊന്നാമത്തെ കാര്യം നമ്മുടെ ഉള്ളിലെ ചിന്തയാണ്. ശരിക്ക് ഇന്നിപ്പോൾ നമ്മുടെ റമദാനിനെ കുറിച്ചാണ് ഞാനൊരു വിഷയം കാര്യമായിട്ട് പറയാൻ പോകുന്നത്. അപ്പം റമദാന് നമുക്ക് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ടോപ്പിക്ക്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് കേൾക്കുമ്പോൾ അത് അത്രയും ആത്മാർത്ഥമായി ആഴത്തിൽ ഇഖ്ലാസുള്ള മനസ്സോടു കൂടെ കേൾക്കുകയാണെങ്കിൽ ഇഖ്ലാസോടെ ചെയ്യുന്ന സാധനം അവിടെ നിലനിൽക്കുന്ന ഉറപ്പാണ്. എൻ്റെ പോയിന്റ് നിങ്ങൾക്ക് കിട്ടിയോന്നറിയില്ല. ഇഖ്ലാസോടെ നമ്മൾ ചെയ്യുന്നൊരു കാര്യം അതുണ്ടാകും, ഉണ്ടാകും. എല്ലാവരും കൂടി ഇറങ്ങി ഇഖ്ലാസോടൊരു കാര്യത്തിലാണ്ട് ഇടപെട്ട് അത് സംഭവിച്ചിട്ടുണ്ടാവും. എന്നാലോ നമ്മളെന്തൊക്കെയോ ചെയ്യണതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ചെയ്തു പോവുകയാണെങ്കിലോ അതിൻ്റെതായ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവും. ഇനി നിങ്ങളെ ലൈഫിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയിട്ടൊന്ന് വിലയിരുത്തിയാൽ മതി. ഇഖ്ലാസോടെ നമ്മളുടെ ഇറങ്ങി ഇടപെട്ട് പുറപ്പെട്ട് ആണ് ചെയ്യുകയാണെങ്കിൽ അത് കാണും. ഇമാം മാലിക് റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ മുവത്ത എന്നുള്ള കിതാബ് പൂർത്തീകരിച്ചു. ആ കാലത്ത് ജീവിച്ച പണ്ഡിതന്മാർക്കൊക്കെ അത് അദ്ദേഹം വായിക്കാൻ കൊടുത്തു. അപ്പം അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണങ്ങളിൽ ആരോ ഒരാൾ അദ്ദേഹത്തോട് ചോദിച്ചു, ഇതിന് മുവത്ത എന്ന് പേരിടണോ? മുവത്ത എന്ന് വേറെയും കിതാബുകൾക്ക് പേരില്ലേ? അങ്ങനെ ഉണ്ടാകും. ഒരു കാലഘട്ടത്തിൻ്റെ ഒരു ട്രെൻഡ് അങ്ങനെയായിരുന്നു. ഇപ്പോൾ സ്വഹീഹ് മുസ്ലിം, സ്വഹീഹുൽ ബുഖാരി, അങ്ങനെ അതിനൊക്കെ സ്വഹീഹ് എന്നാണ് പേര്. അതിലെല്ലാം സ്വഹീഹായ ഹദീസുകളാണ് എന്നുള്ള നിലക്കാണ് ആ പേര് അങ്ങനെ തന്നെ കൊടുത്തിട്ടുള്ളത്. അപ്പം അദ്ദേഹത്തിന് കൊടുത്ത ഉത്തരം, ഞാൻ പണ്ഡിതന്മാരോടൊക്കെ സംസാരിച്ചപ്പോൾ ഈ പേരിടാനാണ് തീരുമാനിച്ചത്. ഇത് അള്ളാഹു നിലനിർത്താൻ തീരുമാനിച്ചതാണെങ്കിൽ ഇത് നിലനിൽക്കും. അദ്ദേഹം ഇത് പ്രസിദ്ധീകരിക്കുന്ന കാലത്ത് 70ഓളം മുവത്തകൾ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ ഇവിടെ വായിച്ചത്. പക്ഷെ അതൊന്നും പിന്നെ ആർക്കും അറിയില്ല, ആ മുവത്ത ഒന്നും. ഇമാം മാലിക്കിൻ്റെ മുവത്ത മാത്രമാണ് ബാക്കിയായത്. അപ്പം നമ്മുടെ ഉള്ളിൽ അങ്ങനെ കൃത്യമായൊരു ചിന്തയും ഒരു ബോധ്യവും ഒരു ബോധവും ഒക്കെ ഉണ്ടെങ്കിൽ എനിക്കത് വേണം, എനിക്കത് ഉപകരിക്കണം എന്നുള്ള നിലക്ക് ഓരോ പോയിന്റിലും നമ്മൾ ശ്രദ്ധാപൂർവം അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൻ്റെയും മുമ്പുള്ളൊരു കാര്യം എന്താ അറിയോ? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിസ്കാരങ്ങൾക്കൊക്കെ ശേഷം പ്രവാചകൻ പ്രാർത്ഥിച്ചിരുന്ന, രാവിലെയും വൈകുന്നേരം പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥനയാണ്. നബിനോട് അള്ളാഹ് തന്നെ പ്രാർത്ഥിക്കാൻ പറഞ്ഞ പ്രാർത്ഥനയാണ്, റബ്ബി സിദ്നി, പറഞ്ഞോളേ, റബ്ബി സിദ്നി ഇൽമാ, പടച്ചോനെ എനിക്ക് ഇൽമു വർദ്ധിപ്പിച്ച് തരണം. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, കഴിഞ്ഞൊരു 10 കൊല്ലം എടുത്താൽ നമ്മളെ ജീവിതത്തിൽ ദുന്യവിയായ കാര്യത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നു. നമ്മൾ പുതിയ വസ്ത്രങ്ങൾ വാങ്ങിയിട്ടുണ്ട്, നമ്മൾ പുതിയ വണ്ടി ചിലപ്പോൾ വാങ്ങിയിട്ടുണ്ടാകും, ഫോൺ ചിലപ്പോൾ മാറ്റിയിട്ടുണ്ടാകും, വീടുമ്പോൾ ചിലപ്പോൾ പണിയെടുത്തിട്ടുണ്ടാകും, പുതിയ ജോലിക്ക് ചിലപ്പോൾ പോയിട്ടുണ്ടാകും. പക്ഷേ നമ്മളെ ദീനിയായ ഇൽമോ
നിസ്കാരത്തിൽ 10 കൊല്ലം മുമ്പ് പഠിച്ച ആ പ്രാർത്ഥനകൾ തന്നെ എപ്പോഴും അറിയുള്ളൂ നമുക്ക്. ഞാൻ എന്നെ കൂടി കൂട്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ. ഇയാളെന്ത് തുടക്കത്തിൽ തന്നെ നമ്മളങ്ങനെ കുറ്റം പറയണേ എന്ന് ആലോചിക്കണ്ട. നമ്മളൊരു ആത്മപരിശോധനക്കും അവലോകനത്തിനും വേണ്ടിയാണ് പറയണത്. സുബ്ഹാന റബ്ബിയൽ അദീം എന്ന് നമ്മൾ റുക്കൂല്, സുബ്ഹാന റബ്ബിയൽ അഅല സുജൂദിലൊക്കെ ഇങ്ങനെ പറയണ്ട. എന്താണ് ഈ സാധനം സുബ്ഹാന റബ്ബിയൽ അദീം? നമ്മൾ എല്ലാ ദിവസവും 17 തവണ പടച്ചോനെ അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും സ്വാലിഹീങ്ങളുടെയും രക്തസാക്ഷികളുടെയും ഒക്കെ കൂടെ സ്വർഗത്തിൽ എന്നെ ആക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, എന്നും പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ ആ പ്രാർത്ഥന ഫീൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെ ഒരു പ്രാർത്ഥന ഫീൽ ചെയ്ത് പ്രാർത്ഥിക്കണില്ല എന്നുള്ളതാണ് വിഷയം. എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. ഇവിടെ ഇരിക്കണ ഒരാളും 17 തവണ അത് പ്രാർത്ഥിക്കാത്തവരുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നത്. എല്ലാ ദിവസവും 17 തവണ കോടിക്കണക്കിന് മുസ്ലിങ്ങൾ പ്രാർത്ഥിക്കണം. എന്താ അറിയോ? ഇബ്രാഹിം നബിൻ്റെയും മുത്ത് റസൂലുള്ളാഹിൻ്റെയും ഒക്കെ അടുത്തിരിക്കാനും സ്വാലിഹീങ്ങളുടെയും ശുഹദാക്കളുടെ ഒക്കെ കൂടെ സ്വർഗത്തിലാകാനുള്ള തൗഫീഖ് തരണേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ മഗ്രിബ് കഴിഞ്ഞപ്പോഴും പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഏതാ പ്രാർത്ഥന? ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. പക്ഷേ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനത്തെ ഒരു ഫീൽ ഉണ്ടോ എന്നുള്ളതാണ് വിഷയം. നീ അങ്ങനെ മരിക്കും, എൻ്റെ വീട്ടിൽ എന്നെ കടത്തും, എൻ്റെ വസ്ത്രമൊക്കെ കത്രിക വെച്ച് വെട്ടിയിട്ട് ഊരി ഒഴിവാക്കും, ഒരു തൂവള്ള തുണിയുടെ പരിമിതിയിലേക്ക് എന്നെ കൊണ്ട് കടത്തും, അവസാനം എൻ്റെ താടിയൊക്കെ പിടിച്ച് കെട്ടും, എന്നെ തുണി കൊണ്ട് മൂടും, തലയും മൂടി തലയുടെ അറ്റത്ത് ചുറ്റിക്കെട്ടി കൊണ്ടുപോയിട്ട് ഖബറിൽ എന്നെ ചെരിച്ച് കിടത്തും. എന്നിട്ട് അതിൻ്റെ മേലെ കല്ല് വെക്കും, മണ്ണിട്ട് മൂടിയിട്ട് എൻ്റെ മോനും എല്ലാവരും തിരിച്ചു പോരും. കുറച്ച് ദിവസങ്ങളൊക്കെ കഴിയുമ്പോൾ വീട്ടിൽ വീണ്ടും ബിരിയാണിയും നെയ്ച്ചോറും ബഹളവും ടൂറും ഒക്കെ ആകും. ഞാൻ എൻ്റെ ഖബറിൽ ഒറ്റക്കായിരിക്കും. അവിടെ മുതൽ ആരംഭിക്കുന്ന ഒരു ജീവിതം എനിക്കുണ്ട്. അതും കഴിഞ്ഞ് ഞാൻ ചെല്ലുമ്പോൾ എനിക്ക് സ്വർഗം വേണം എന്ന് ഒരു ഫീലോടുകൂടെ, ഒരു വികാരത്തോടു കൂടെ എന്നെങ്കിലും ഒരു ദിവസം നമുക്ക് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം പറയാൻ പറ്റിയിട്ടുണ്ടോ? അപ്പോൾ ഞാൻ പറയണത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ പഠിയാനുള്ള തൗഫീഖിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അല്ലാഹുവിൻ്റെ റസൂൽ വിജ്ഞാനം വർദ്ധിപ്പിക്കാൻ വേണ്ടി എന്തെല്ലാം പ്രാർത്ഥനകൾ പഠിപ്പിച്ചു. റബ്ബി സിദ്നി ഇൽമ വഖുൽ റബ്ബി സിദ്നി ഇൽമ, പടച്ചോനെ ഇൽമു വർദ്ധിപ്പിച്ചു തരണേ എന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ തന്നെ അല്ലാഹുമ്മ അൻഫഉനാ ബിമാ അല്ലംതനാ വഅല്ലിംനാ മാ യൻഫഉനാ വസിദ്നാ ഇൽമ, അല്ലെങ്കിൽ വഹ്ദാന്റെ സിഗയിൽ അല്ലാഹുമ്മ അൻഫഉനി ബിമാ അല്ലംതനി, നീ പഠിപ്പിച്ച വിജ്ഞാനങ്ങൾ കൊണ്ട് എനിക്ക് നീ ഉപകാരം തരണേ പടച്ചോനെ. വഅല്ലിംനി മാ യൻഫഉനി, ഉപകാരമുള്ളത് മാത്രം എന്നെ നീ പഠിപ്പിക്കണേ പടച്ചോനെ. ഇത് രണ്ടും ഭയങ്കര പ്രധാനമാണ്. അപ്പം നമുക്കറിയണ എന്തെല്ലാം ദിക്റുണ്ട്. ഇപ്പം ബിസ്മില്ല എന്നറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ഏതൊക്കെ സ്ഥലത്ത് ബിസ്മി ചെല്ലാനുണ്ട്, പക്ഷെ നമുക്ക് ഓർമ്മ വരലുണ്ടോ? ഒരാൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്ന് ചൊല്ലുകയാണ്. എന്തൊക്കെ സംഭവിക്കുന്നുണ്ട് അറിയങ്ങൾ? ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്നൊരാൾ ചൊല്ലുമ്പോൾ എന്തൊക്കെ സംഭവിക്കുന്നുണ്ട് അറിയോ? ആകാശത്തുനിന്നൊരു വിളി വരുന്നതാണ്, വുഖീത വകുഫീത. 3 പ്രയോഗങ്ങളുണ്ട്. ഒന്നെന്താ? വുഖീത, നീ സംരക്ഷിക്കപ്പെട്ടു. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ നമ്മൾ ചൊല്ലുകയാണ്. വഹുദീത. 3 വുഖീത, നിന്റെ വണ്ടി പോയിട്ട് ലോറിൻ്റെ ഉള്ളിൽ ഇടിച്ച് കയറൂല, നീ സംരക്ഷിക്കപ്പെട്ടു. വഹുദീത, നിനക്ക് വഴി കിട്ടി, വെളിച്ചം കിട്ടി, നീ പോയി ഇടപെടുന്ന ബിസിനസ് കച്ചവടം നീ തെറ്റായി ഗൈഡ് ചെയ്യപ്പെടൂല. ഹുദീത്ത, നിനക്ക് കറക്റ്റ് വഴിയിലായിരിക്കും നീ പോവുക. വക്കുഫീത്ത, നിനക്കിത് മതി. ഇങ്ങനൊരു ദിക്റുണ്ട്. പക്ഷെ ആ ദിക്റ് ചൊല്ലാൻ എത്ര ആൾക്ക് തൗഫീഖ് കിട്ടുന്നുണ്ട്? അതാണ് എനിക്ക് ഇൽമുള്ള, എനിക്ക് അറിയണ വിഷയങ്ങൾ എനിക്ക് നീ ഉപകാരപ്പെടുത്തി തരണേ പടച്ചോനെ എന്ന് പ്രാർത്ഥിക്കണതിൻ്റെ അർത്ഥം. അത്ഭുതകരമായ ദിക്റുകളില്ലേ? ഭാഗം ഇങ്ങോട്ട് കേൾക്കുന്നുണ്ടോ? ഇല്ല. അത്ഭുതകരമായ ധാരാളം ദിക്റുകളുണ്ട്. എന്താണ്? നിങ്ങൾക്ക് അറിയണ ദിക്റൊക്കെ നിങ്ങൾ ചൊല്ലിക്കോളൂ കേട്ടോ. ഞാൻ പറയുമ്പോൾ
ഈ ദിക്ർ ഇപ്പം ചെല്ലേണ്ട സമയം കൂടിയാണ്. ഞാനിപ്പോൾ ചെല്ലേണ്ട ദിക്റില്ലേ, ഇതിപ്പോൾ ചെല്ലേണ്ട ഒരു സമയം കൂടിയാണ്. എന്താ? ബിസ്മില്ലാഹില്ലദി ലാ യദുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർദി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. നിസ്കാരം നമ്മളത് കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് നിസ്കരിക്കുക എന്നുള്ള പ്ലാനാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ അവിടെയുള്ള പെൺകുട്ടികളോട് പറയണേ, ഇവിടെയുള്ള ഈ ആൺകുട്ടികളില്ലേ നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട്, ഓൽക്കിപ്പോൾ 100 പോയിൻ്റ് കിട്ടിയ ഓല് ഫസ്റ്റായിട്ട് നിൽക്കുകയാണ്. പെൺകുട്ടികൾക്ക് ഇപ്പോൾ -50 പോയിൻ്റ്. ഓലെല്ലാം മണ്ടി കളിച്ചിട്ടേ കണ്ടോ ഓല് ഇരിക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും നോക്കിയോലെ, ആണുങ്ങളൊക്കെ ഒന്ന് നോക്കിയോലെ കണ്ടോ. 2, 4, 6 6ആക്കും. ഇത് കൈയീണിൻ്റെ മുട്ടായി വാങ്ങി കൊടുക്കണം. ഇത്രേ ആ നല്ല ഉഷാറായിട്ടിരിക്കും. ഞാൻ പെൺകുട്ടികൾ അവിടെ ഇരുന്നാൽ ഓൽക്കും മുട്ടായി വാങ്ങി കൊടുക്കണം. ഓക്കെ, എന്നിട്ട് അവസാനം ഇത് കഴിഞ്ഞ് പോകുമ്പോൾ ഇവിടെ വരണം, ചെറുത്തേക്ക് വരണം എല്ലാവരും. ഞാനൊരു ചോദ്യം ചോദിക്കും, അതിൻ്റെ ഉത്തരം പറഞ്ഞെന്നാൽ സമ്മാനം തരും കേട്ടോ. ആ ശരി. അപ്പോൾ വെറുതെ ദിക്രി നമുക്കൊന്നാണ് ചൊല്ലുക. നിങ്ങൾക്ക് എതിർപ്പില്ലല്ലോ? ബിസ്മില്ലാഹില്ലദി ലാ യദുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർദി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ഈ ദിക്റിൻ്റെ ഒരു പ്രത്യേകത എന്താ പറയുക നിങ്ങൾ? ഈ ദിക്ർ വൈകുന്നേരം ചൊല്ലുന്നൊരു വ്യക്തി 3 വട്ടം വൈകുന്നേരം ചൊല്ലുന്നൊരു വ്യക്തി രാവിലെ വരെ അയാൾ അള്ളാഹുവിൻ്റെ സുരക്ഷിതത്വത്തിലാണ്. അയാൾക്ക് പിന്നെ ഒരു കുഴപ്പം പറ്റില്ല എന്നാണ്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ ആ നല്ല വിശ്വാസം ഉണ്ടാകണം. ചൊല്ലുമ്പോൾ ഒരു ദിക്റാണ് ചൊല്ലുമ്പോഴത്തേനിപ്പോൾ ഒക്കെ പോകും. അങ്ങനെ എന്തിക്കണം ഒരാൾക്ക് കിട്ടൂല. രാവിലെ ചൊല്ലേണ്ട ഒരാൾക്ക് വൈകുന്നേരം വരെ ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഈ ദിക്ർ പഠിപ്പിക്കണ മനുഷ്യൻ, ഈ ദിക്ർ പഠിപ്പിക്കണ വ്യക്തി, അദ്ദേഹത്തിൻ്റെ ഒരു ഭാഗം ഇങ്ങനെ കുഴഞ്ഞിട്ടുണ്ട്, സ്ട്രോക്ക് ബാധിച്ച് കുഴഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് കേൾക്കുന്ന ശിഷ്യനെ മൂപ്പരങ്ങനെ നോക്കി, എന്താ ഈ ദിക്റൊക്കെ ഉണ്ടായിട്ട് ഇപ്പോൾ നിങ്ങളത് എന്തേ കുഴഞ്ഞു? അപ്പോൾ മൂപ്പർക്ക് ആ ചോദ്യത്തിൽ നിന്ന്, ആ നോട്ടത്തിൽ നിന്ന് ആ ചോദ്യം കിട്ടി. അപ്പോൾ മൂപ്പര് അയാളോട് പറഞ്ഞു, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കള്ളത്തരം പറഞ്ഞിട്ടില്ല. ഇത് റിവായത്ത് ചെയ്തു വന്ന ഉസ്മാൻ റളിയല്ലാഹു അൻഹുവും കള്ളത്തരം പറഞ്ഞിട്ടില്ല. ഞാൻ എന്നും ഇത് ചൊല്ലലുണ്ടായിരുന്നു, എനിക്കിത് ബാധിച്ച അന്ന് ഞാനിത് ചൊല്ലിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഞാനിത് കാണുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റിവായത്ത് എനിക്കറിയാം, പക്ഷേ ഈ ചരിത്രം ഞാൻ കാണുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഒരു ആക്സിഡൻറ്റ് പറ്റി, ഒരു അത്യാവശ്യം നല്ല അടിപൊളി ആക്സിഡൻറ്റ് കേട്ടോ. ഞാൻ വണ്ടി ടോട്ടൽ ലോസ്റ്റിൽ പോയി, ടോട്ടൽ സ്പോട്ടിൽ വിറ്റു വണ്ടി. വൈകുന്നേരം ആയപ്പോഴത്തേന് വണ്ടി വിറ്റ് ഒഴിവാക്കി. വണ്ടി കടക്കണ കണ്ടിട്ട് ആൾക്കാർ ബേജാറായി പേരേക്ക് വന്നിട്ട്, ഞാൻ പെണ്ണുങ്ങൾ 200 ചില്ലാനം ചായ വാർന്നു എന്നാണ് പറഞ്ഞത് 2 ദിവസം കൊണ്ട് കേട്ടോ. അപ്പോൾ എന്താ സംഭവം എന്നറിയോ? ഞാൻ എന്നും അൽഹംദുലില്ലാഹ് ഈ ദിക്ർ വണ്ടി കയറിയാൽ ചൊല്ലും. കാരണം നമ്മൾ പൊതുവേ ലൈറ്റ് നൈറ്റ് യാത്രകളൊക്കെ ഉണ്ടാവും, അപ്പോൾ ഇത് ചൊല്ലും. അന്ന് ഈ ദിക്ർ ഞാൻ ചൊല്ലിയിട്ടില്ല. അപ്പോൾ നമ്മളെ പള്ളിയിൽ ഒരാളുടെ അബ്ദുമാഷേറി, മൂപ്പര് പറഞ്ഞു, മൂപ്പരല്ലേ സുബൈ നിസ്കരിച്ചിട്ടുള്ളൂ, മൂപ്പര് വണ്ടി സുബൈ നിസ്കരിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. ഒരാൾ മൻ സ്വല്ല സുബഹ ഫി ജമാഅത്തിൻ വഹു ഫി ദിമ്മത്തില്ല, ഒരാൾ സുബഹി ജമാഅത്തായി നിസ്കരിച്ചാൽ അവൻ അള്ളാഹുവിൻ്റെ സുരക്ഷിതത്വത്തിലാണെന്നാണ്. അത് നിങ്ങൾ വണ്ടി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എനിക്ക് ചെറിയൊരു മുറിയും കൂടി പറ്റിയില്ല. പടച്ചോനെ നമ്മളങ്ങനെ ഇന്നിങ്ങനെ പുറത്തേക്ക് എടുത്തിട്ട് വണ്ടി ഇങ്ങനെ വലിയൊരു കുണ്ടിലേക്ക് ചാടാൻ അങ്ങനെ ഒരുങ്ങി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ്
നമുക്ക് വലിയ അനുഗ്രഹം ഉണ്ടായാൽ അമ്മാ ബി നിഅമത്തി റബ്ബിക ഫഹദ്ദിസ്, നിങ്ങൾക്ക് വല്ല അനുഗ്രഹം കിട്ടി അത് പറയണം എന്നാണല്ലോ, ആ നിലക്ക് പറഞ്ഞതാണ്. അപ്പം ഞാനിത് എന്തിനാ പറഞ്ഞ് നിങ്ങൾക്ക് 2 പ്രാർത്ഥന പഠിപ്പിച്ചു തരാൻ പറഞ്ഞല്ല, നോമ്പൊക്കെ വരികയാണ് ഈ പ്രാർത്ഥന തുടങ്ങണം അത് പറയാനും പറഞ്ഞല്ല. നമ്മൾക്ക് ഇങ്ങനത്തെ കുറേ ദിക്റുകൾ ഇവിടെ ഉണ്ട്, നമുക്ക് ഹിഫ്ളിലുള്ള തന്നെ ഉണ്ട്, പക്ഷേ അത് നമുക്ക് ചൊല്ലാൻ പറ്റണില്ല. ഇനി ഉപകാരമില്ലാത്ത വിജ്ഞാനം എന്നെ പഠിപ്പിക്കല്ലേ എന്നാണ്. നിങ്ങൾ നോക്കി, ഇമാം റാസി റഹിമഹുല്ല ആയുഷ്കാലം കൊണ്ട് കുറേ വിജ്ഞാനങ്ങളൊക്കെ ഉണ്ടാക്കി. അവസാനം അദ്ദേഹത്തിന് മനസ്സിലായി ഇത്രയും കാലം ഞാൻ പറഞ്ഞതും പഠിപ്പിച്ചതൊന്നും ദീനല്ല. അപ്പം അദ്ദേഹം ഒരു 2 വരി കവിതയിലൂടെ വയസ്സാം കാലത്ത് ജീവിതത്തിലെ വലിയൊരു കാലയളവ് കൊണ്ടു നടന്ന വിജ്ഞാനങ്ങൾക്കൊക്കെ അദ്ദേഹം 2 വാക്കുകൾ കൊണ്ട് തീയിട്ടു. എന്താ? നിഹായത്തു ഇഖ്ദാമിൽ ഉഖൂലി ഇഖാലു വഅക്തറു സഈൽ ആലമീന ളലാലു വഅർവാഹുനാ ഫീ വഹ്ശത്തിൻ മിൻ ജുസൂമിനാ സിവാ അം ജമഅനാ ഫീഹി ഖീല വഖാലു. ഷെയ്ഖ് അദ്ദേഹത്തിൻ്റെ നിലപാടിൽ നിന്നൊക്കെ ഈ 2 വരി കൊണ്ട് പിന്മാറി. ആ ഷെയ്ഖ് പിന്മാറിയ നിലപാടാണ് പല ഉസ്താദുമാരും സ്റ്റേജിൽ മൂപ്പരെ കിതാബായി ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനിങ്ങനെ കുറേ കാലിയും തീയിലേക്ക് ഒരുമിച്ച് കൂട്ടി എന്നല്ലാതെ ഒന്നും ഉണ്ടായില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കുക, എന്നിട്ട് അതൊരിക്കലും ഉപകാരമില്ലാത്ത ഇസ്ലാം അല്ലാത്ത കാര്യമാകുക. ചില ദിക്റുകളൊക്കെ കഷ്ടപ്പെട്ട് ചില ആൾക്കാർ പഠിക്കും, അത് ലഈഫായിരിക്കും, ദുർബലമായിരിക്കും, തെറ്റായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒന്നാമത്തെ കാര്യം നമ്മുടെ ഇഖ്ലാസ് നല്ല ഉള്ളിൽ നല്ലൊരു ഇഖ്ലാസ് ഉണ്ടാകണം. 2 നല്ല പ്രാർത്ഥന വേണം. 3 നമ്മുടെ ഇരുത്തത്തിന് ഭയങ്കര പ്രാധാന്യമുണ്ട്. ഇൽമിൻ്റെ സദസ്സിൽ ഇരിക്കുമ്പോൾ അതിന് ഭയങ്കര ആദാബുകളുണ്ട്. ആ ആദാബുകളൊന്നും ഓർത്തിട്ടല്ല നമ്മൾ ഇരിക്കുക. സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും പറയാണ്, എന്താ അറിയോ, ഞങ്ങൾ നബിൻ്റെ സദസ്സിൽ ഇരിക്കുമ്പോൾ ഒരു പക്ഷി വന്ന് ഞങ്ങളെ തലയിലിരുന്നാൽ ആ പക്ഷിക്ക് അവിടെ സ്വസ്ഥമായിട്ട് ഇരിക്കായിരുന്നു, അനങ്ങൂല. അങ്ങനെയാണ് ഞങ്ങൾ ഇരിക്കുക എന്നാണ്. അങ്ങനെ ഇരിക്കുക, ടാപ്പ് റെക്കോർഡറില്ല, ഒന്നുമില്ല, പക്ഷേ ഒക്കെ ഒരു തലയിൽ ഹിഫ്ളായിരുന്നു, ഒക്കെ അവരുടെ തലയിൽ ഹിഫ്ളായിരുന്നു. ഇനി 4മത്തെ ഒരു കാര്യം എന്താ അറിയോ, കുറച്ചൊരു പരിശ്രമം വേണം. ഇപ്പം ഞാൻ കുറേ ദിക്റൊക്കെ പറഞ്ഞില്ലേ, അപ്പം ആ ദിക്ർ ഇപ്പോൾ എവിടുന്നാ കിട്ടുക? അങ്ങനെയുണ്ട്. നമ്മൾ ഖുത്ബയൊക്കെ പറയുമ്പോഴേ പൊതുവെ നമ്പർ ഇട്ടാൽ പറയാം. അപ്പം അങ്ങനെ ചോദിക്കും, മൗലവി ആ 4മത്തെ കാര്യമില്ലേ, അങ്ങനെ ആൾക്കാർ ചോദിക്കുക. ഞമ്മക്കത് ഭയങ്കര ആവേശമാണ്, ആളുകൾ അത്രയും അത് ശ്രദ്ധിക്കുന്നുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ ദിക്റൊക്കെ കിട്ടും. ഈ ദിക്ർ നമ്മളെ വിരൽത്തുമ്പിലുണ്ട്. നോമ്പായതുകൊണ്ട് ഞാൻ നിങ്ങൾക്കൊരു ആപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ജമീൽ എന്നുള്ളൊരു ആപ്പ് ഉണ്ട് നമുക്ക്. ജമീൽ അറിയണ ആൾക്കാരൊന്ന് കയ്യൊന്തിക്ക്. ജമീൽ, ഓക്കെ. ജമീൽ ഉപയോഗിക്കണവരൊന്ന് കയ്യൊന്തിക്ക്. അറിയും, ഉപയോഗിക്കണില്ല, അതാ പ്രശ്നം. അതൊരു തൗഫീഖാണെന്ന് ഞാൻ വെറുതെ പറഞ്ഞല്ല, ഒരു തൗഫീഖാണ്. ഇപ്പം രാവിലെ ജമീൽ തുറന്നിട്ട് അദ്കാറുകളൊക്കെ കൂടെ ചെല്ലാൻ വളരെ കുറഞ്ഞ സമയമേ വേണ്ടതുള്ളൂ. നോമ്പായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു ആമുഖം പറയണത്. നമ്മൾ ശീലാക്കണം. ദിക്റുള്ള ജീവിതവും ദിക്റില്ലാത്ത ജീവിതവും തമ്മിലുള്ള വ്യത്യാസം എന്താ അറിയോ? ഇവിടെ ഒരു ലൈറ്റും കത്താതെ ഞാൻ അങ്ങനെ പ്രസംഗിച്ച് അങ്ങനെ ഉണ്ടാവും? ഒരു ലൈറ്റും ഇല്ല, മൊബൈൽ ടോർച്ചിൻ്റെ വെളിച്ചം പോലും ഇല്ല, ഒന്നുമില്ല, സീറോയിൽ ഞാനിങ്ങനെ പ്രസംഗിക്കുകയാണ്. നിങ്ങൾക്കുള്ള ഫീലിങ്സ് എന്തായിരിക്കും? ആ ഫീലിങ്സാണ് അദ്കാറുള്ള ജീവിതം. ലൈറ്റത്തുള്ള എൻ്റെ സ്പീച്ച് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വ്യക്തതല്ലേ അത്. ഇനിയിവിടെ ഞാനൊരു സ്ക്രീനൊക്കെ വെച്ചിട്ട് ഇതൊക്കെ ഇങ്ങനെ ഓരോന്ന് കാണിച്ചു തരുന്നുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും? ദിക്ർ നമ്മളെ കൽബ് ഇങ്ങനെ തുറക്കും. ദിക്റിന് അങ്ങനെ ഒരു ശക്തി ഉണ്ട് ഇല്ലേ? ഇപ്പോൾ ഒന്നും കൂടി പറയാം. ഹജ്ജാജ് ബിൻ യൂസുഫ് എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു, കേട്ടോ നിങ്ങൾ? ഹജ്ജാജ് ബിൻ യൂസുഫ്. ഹജ്ജാജ് ബിൻ യൂസുഫ് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് മുസ്ലിം പണ്ഡിതന്മാരെ കൊന്ന ആളാണ്. ഖുർആൻ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണെന്നായിരുന്നു അയാളുടെ വാദം. ഖുർആന് മരം പോലെ, മനുഷ്യനെ പോലെ, ചെടികളെപ്പോലെ അള്ളാഹിൻ്റെ സൃഷ്ടിയാണ്. അഹ്ലുസുന്ന പറഞ്ഞു അല്ല, ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്. നമുക്ക് കേൾക്കുമ്പോൾ അതിനിപ്പോൾ എന്താ, കലാമോ സൃഷ്ടി എന്തോ ആയിക്കോട്ടെ. ഞാൻ രാവിലെ 8 മണിക്ക് കട ഉറക്കും, 8 മണിക്ക് അടക്കും, നിസ്കാരം നോമ്പൊക്കെ ശരിക്കും നടക്കും. വെറുതെ ആവശ്യമില്ലാത്ത തർക്കം അല്ലേ? ശിർക്കാണോ വസീലത്ത് ശിർക്കാണോ, എന്തിനാ അത് പറയണു എന്നൊക്കെ നമ്മളിങ്ങനെ ചിന്തിക്കും. ഖുർആൻ അള്ളാഹുവിൻ്റെ സൃഷ്ടി ആണെന്ന് പറഞ്ഞാലുള്ള പ്രശ്നം എന്താ അറിയോ? നമ്മൾ കയ്യിലേക്ക് ആയത്തുൽ കുർസി ഊതിയിട്ട് തടവാൻ പറ്റൂല. സൃഷ്ടിനെ കൊണ്ട് തബറുക്ക് കൊടുക്കാൻ പറ്റുമോ? അതാ പ്രശ്നം. അതുകൊണ്ട് അദ്ദേഹത്തെ ക്രൂരമായി തല്ലി
അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ അള്ളാൻ്റെ കിതാബെന്നും സുന്നത്തുനിന്ന് ഒരു തെളിവ് എനിക്ക് തരും, ഞാൻ പിന്മാറിക്കോളാം. അടിച്ചു, കൈയും കാലും ഒടിച്ചു, എല്ലാം ഒടിച്ചു. ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളുണ്ടായി. ഷേഖിൻ്റെ ശിഷ്യന്മാർ പിന്നെ പറയാം, ഞങ്ങൾ പള്ളിയിൽ ഷേഖിൻ്റെ സൊഫിലിരുന്ന് അദ്ദേഹത്തെ ഇങ്ങനെ കാതോർത്തപ്പോൾ അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്, അള്ളാഹു മഗ്ഫിർലി മഅ്മൂൻ, പടച്ചോനെ എനിക്ക് ശിക്ഷ വിധിച്ച മഅ്മൂനിന് നീ പുറത്തു കൊടുക്കുന്ന ഷേഖ് പ്രാർത്ഥിച്ച് എന്നാണ്. പിന്നെ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല അദ്ദേഹം അടങ്ങുന്ന മുസ്ലിം പണ്ഡിതന്മാരെ ക്രൂരമായി ദ്രോഹിക്കുന്ന ഹജ്ജാജിൻ്റെ അടുത്തേക്ക് ഹസനുൽ ബസ്വരി റഹിമഹുല്ല പോവാണ്. അപ്പോൾ ഹജ്ജാജ് ഹസനുൽ ബസ്വരിയോട് പറയുന്നുണ്ട്, നിങ്ങൾ ആ ഡോറിൻ്റെ അവിടെ എത്തുമ്പോൾ നിങ്ങളൊന്ന് കിട്ടണം എന്ന് കരുതി നിൽക്കായിരുന്നു, നിങ്ങളെ ശിക്ഷിക്കണം എന്ന് വിചാരിച്ചതാണ് ഞാൻ. പക്ഷേ ആ ഡോറിൻ്റെ അവിടെ എത്തി നിങ്ങൾ ഇങ്ങോട്ട് കാലെടുത്ത് ഇങ്ങോട്ട് വന്നതോടുകൂടെ എൻ്റെ മനസ്സട് മാറി. എന്തറിയില്ല. ഇപ്പം ഹസനുൽ ബസ്വരി പറയാ, ഞാനൊരു ദിക്ർ ചൊല്ലി, ആ ദിക്റാണ് മാറ്റിയത്. ദുആഉൽ കർബ് എന്നാണ് ഇതിന് പറയാം. വിഷമുണ്ടാകുന്ന സമയത്ത് ദിക്ർ. ലാബ് റിപ്പോർട്ടിന് കണ്ടു ഇനിയൊന്നുമില്ല ട്രീറ്റ് ചെയ്യാനെന്നു വരികയാണ്, അപ്പോഴും വരണ മനസ്സെന്ന ദിക്ർ. ഒരാൾ ആക്സിഡൻ്റ് ആണെന്ന് കണ്ടു, അപ്പോഴും വരണ ദിക്ർ. അല്ലേ? ജീവിതത്തിൽ വലിയ എന്തോ ഒരു പ്രതിസന്ധി വന്നു, വലുതോ ചെറുതൊക്കെ വന്നു. എന്താ? അസ്അലുല്ലാഹൽ അദീം, ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അദീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ കരീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വൽ അർളി വറബ്ബുൽ അർശിൽ കരീം. ഞാൻ ഈ ദിക്ർ ഹിഫ്ളാക്കി കൊടുത്ത് ചെറിയൊരു പ്രശ്നം, അതിങ്ങനെ ഒരു ശൈത്താൻ അങ്ങനെ വരുമോ ചൊല്ലുമ്പോൾ, ഞാൻ നോക്കിയാൽ മിക്കവാറൊക്കെ ചൊല്ലാം. എന്താ? ഈ 3 വാചകേ പറഞ്ഞിട്ടുള്ളൂ. അപ്പം നമുക്കത് കേവലം വാചകത്തിൻ്റെ അപ്പുറത്തായി അള്ളാഹ് എന്നുള്ളൊരു ശബ്ദമുണ്ട്, ആ പടച്ചോനെ ഏൽപ്പിച്ചതാന്നുള്ള വിശ്വാസത്തോടെ ചൊല്ലുമ്പോൾ ഇതിനൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. അപ്പം അതുകൊണ്ട് ഞാൻ പറയണത്, നമ്മൾ ശരിക്ക് അദ്കാറുകളുള്ളൊരു ജീവിതം ഉണ്ടാക്കണം. നമ്മളെ പഠനത്തിന് ഇങ്ങനത്തെ ഒരു ക്രമം കൊടുക്കണം, പരിശ്രമം വേണം. ഇങ്ങനെ ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ അത് കണ്ടെത്തി പഠിച്ച് മനസ്സിലാക്കണം, അത് ഹിഫ്ളാക്കാനുള്ള പരിശ്രമം ഉണ്ടാകണം. അപ്പോഴൊക്കെയാണ് നമുക്ക് നല്ല രീതിയിൽ ദീനി രംഗത്ത് നിലനിൽക്കാൻ പറ്റുക. അല്ലെങ്കിൽ എന്താ ഉണ്ടാകുക? വന്ന് നല്ലൊരു ചായയും നല്ലൊരു സമൂസയും കിട്ടി, വേറൊന്നും കിട്ടൂല. അതുണ്ടാകുക. ഒരുപാട് ക്ലാസ് പോകും, ക്ലാസ് പോകും, പക്ഷേ നമ്മളെ കൊണ്ടുള്ള ദുൽമിനൊന്നും ഒരു കുറവുണ്ടാവില്ല. ചില പിന്നെ ആളുകളൊക്കെ മെസ്സേജ് അയക്കുമ്പോഴേ, പീസ് റേഡിയോയിലൊക്കെ മെസ്സേജ് അയക്കുമ്പോൾ ചില മരുമക്കളൊക്കെ പറയും, ഞങ്ങളമ്മ 3 ഖുർആൻ ക്ലാസ്സിന് പോകുന്നുണ്ട്, ഒരു കാര്യമില്ല മൗലവി, പോയതുകൊണ്ട് കാര്യമില്ല, പടച്ചോൻ തൗഫീഖ് ചെയ്യണം. അപ്പോഴാണ് ആ ട്വിസ്റ്റുകൾ ഉണ്ടാകുക. സെക്കൻഡുകളുടെ വ്യത്യാസമായിരിക്കും വലിയ മാറ്റത്തിലേക്ക്. റമളാൻ എന്നുള്ളത് നമ്മളെ മുന്നിൽ അങ്ങനത്തെ വലിയൊരു ക്യാൻവാസാണ്, വലിയൊരു സാധ്യതയുള്ള സംഭവമാണ്. ഞാൻ വെറുതെ ചോദിക്കുകയാണ് നിങ്ങളോട്, നമുക്ക് കുഞ്ഞുണ്ടാകണില്ല കേട്ടോ, കുഞ്ഞുണ്ടാകണില്ല. ഒരു 5-6 കൊല്ലമൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചു, കുറേ കരഞ്ഞു, കുറേ ഉറക്കൊഴിവാക്കി, അല്ലേ? ഒരു 3-4 വെള്ളിയാഴ്ചകൾക്ക് മുമ്പ് ഞാൻ മുഖാമുഖം ഒരിക്കൽ പോലും കാണാത്ത, എന്നാൽ എൻ്റെ ഒരു ജ്യേഷ്ഠനോടുള്ള സ്നേഹം പോലെ സ്നേഹം തോന്നുന്നൊരു മനുഷ്യൻ, എൻ്റെ ഖുതുബ എല്ലാ ആഴ്ചയും കേൾക്കുന്ന ആളാണ്, എന്നോട് ഒരുപാട് സംസാരിക്കുന്ന ഒരാളാണ്. അപ്പം അയാളുടെ ഒരു വോയിസ് വന്നു. ഞാൻ ഉംറക്ക് പോയ സമയത്ത് ഒരു വോയിസ് വന്നു എനിക്ക്. വോയിസ് എന്താ പറയുക? മൗലവി, എനിക്ക് ജ്യേഷ്ഠനില്ല, അനിയനില്ല, പെങ്ങളില്ല, വാപ്പല്ല, അമ്മല്ല, ഒരു കുഞ്ഞുമില്ല, കല്യാണം കഴിഞ്ഞിട്ട് കുറേ ആയി, ഒരുപാട് പ്രാർത്ഥിച്ചു, എനിക്കൊരു കുഞ്ഞിനെ കിട്ടിയിട്ടില്ല. ചിലപ്പോൾ ഈ സദസ്സിലൊക്കെ ഉണ്ടാവും അങ്ങനത്തെ ആൾക്കാർ. അവർക്കൊക്കെ അള്ളാഹു സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ കൊടുക്കുമാറാകട്ടെ. അവരിലൂടെ അള്ളാഹു ഇബ്നു ഹജറിനെയും അഹ്മദ് ബിൻ ഹംബലിനെയും ഇമാം നവവിയെയും അതേപോലെയുള്ള വലിയ മഹാമനുഷ്യരെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരിലൂടെ ഉമ്മത്തിന് നൽകുമാറാകട്ടെ. അപ്പോൾ എനിക്കത് നല്ലോണം ഫീൽ ചെയ്തു. ഞാൻ എൻ്റെ ഉംറയിലായക്ക് വേണ്ടി നല്ലോണം പ്രാർത്ഥിച്ചു. 2-3 ആഴ്ച മുമ്പ് ഒരു 12:34 ഞാൻ അങ്ങനെ ഇരിക്കുകയാണ്. 40 ജുമാക്ക് കയറുക, 36 ഞാൻ മൂപ്പരൊരു വോയിസ് ഇങ്ങനെ വന്ന് കിടക്കണ കാണുകയാണ്. വോയിസ് അങ്ങനെ ടാപ്പ് ചെയ്തപ്പോൾ, മൗലവി, എൻ്റെ ഭാര്യ പ്രഗ്നൻ്റാട്ടോ, ആരോടും പറഞ്ഞിട്ടില്ല, ഒരിക്കൽ പ്രഗ്നൻ്റായി മുമ്പ് പോയതാണ്. അപ്പോൾ അയാൾക്ക് അപ്പം ഉണ്ടാകേണ്ട സന്തോഷം എത്രയാണ്? അതാണ് സന്തോഷം. ഞാൻ ചോദിക്കണത്, റമളാൻ എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു സന്തോഷം തോന്നുന്നുണ്ടോ? ഉണ്ടോ?
റമളാൻ വരികയാണല്ലോ. നമ്മുടെ ഉള്ളിൽ അങ്ങനെ വെറുതെ നിങ്ങൾ ഓരോരുത്തരും ഞാനും നിങ്ങളൊക്കെ ഒന്ന് അവലോകനം ചെയ്യാൻ വേണ്ടി ഞാൻ പറയാണ്. അല്ലെങ്കിൽ കൂട്ടുകുടുംബത്തിൽ നമ്മളിങ്ങനെ ജീവിച്ചു പോയി, കൂട്ടുകുടുംബത്തിൽ ഇങ്ങനെ ജീവിക്കുകയാണ്. കൂട്ടുകുടുംബത്തിൽ ജീവിക്കുമ്പോൾ കുറേ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. നമ്മളെന്നും ചെല്ലുമ്പോൾ ഭാര്യ കരഞ്ഞിരിക്കണം നമ്മളിങ്ങനെ കാണുകയാണ്. അവസാനം എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ടൊരു വീടൊക്കെ തട്ടിക്കൂട്ടി ആ വീട്ടിലേക്ക് താമസം മാറിയ ആദ്യത്തെ രാത്രിയിൽ നമ്മളെ ബെഡിലിങ്ങനെ മലർന്ന് കിടക്കുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ട്. അത് സ്വന്തമായൊരു വീടുണ്ടാക്കിയത്, അതിലേക്ക് മാറി താമസിച്ച ആളുകൾക്കൊക്കെ അത് ഞാൻ പറയുമ്പോൾ ബോധ്യം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നണത്. അതാണ് സന്തോഷം എന്ന് പറയുന്നത്. അങ്ങനത്തെ ഒരു സന്തോഷം നമുക്കുണ്ടോ? അങ്ങനത്തെ ഒരു സന്തോഷം നമുക്കുണ്ടോ? നോമ്പാണല്ലോ വരുന്നത് എന്നുള്ള നിലക്ക്. അല്ലെ, നമ്മളെ കുട്ടീൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഫുൾ A+, നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ കിട്ടി. അല്ലെങ്കിൽ നമ്മളെ മോൾ ഇത്തിരി ഒരു പരിമിതിയൊക്കെ ഉള്ളൊരു കുട്ടിയാണ്. എന്താ, അവളെ കാലിന് ഇത്തിരി നീളക്കുറവുണ്ട്. ഈ കഴിഞ്ഞൊരു 4 ദിവസം മുമ്പ് എനിക്കുണ്ട ഒരു അനുഭവമാണ്. ആ കുട്ടിനെ അതിസുന്ദരനായ നല്ല ദീനുള്ളൊരു ചെറുപ്പക്കാരൻ കല്യാണം കഴിച്ചു. ഇഷ്ടമാണെന്ന് അറിയിച്ചു. അപ്പോൾ ഇഷ്ടമാണെന്ന് അറിയിച്ച് ഒക്കെ അറിയിച്ചതിൻ്റെ ശേഷം ഈ വാപ്പനെ വിളിച്ചിട്ട് പറഞ്ഞു, മൗലവി എൻ്റെ മോളെ കാലിന് ഇത്തിരി കുറവുണ്ട് എന്നുള്ളത് ആ കുട്ടി കണ്ടിട്ടുണ്ടാവൂലേ? ഒരു സംശയം. നിങ്ങൾ അവനൊന്ന് വിളിക്കണം. ഞാൻ വിളിക്കാറുണ്ടേനെ. ഞാൻ വിളിച്ചു, എന്താടാ വിശേഷം എന്നൊക്കെ ചോദിച്ചു. പിന്നെ നീ എന്താണ് ആ കുട്ടിക്ക് കണ്ടത്, 5 നെഗറ്റീവ് പറയുന്ന പറഞ്ഞാൽ. താജുക ഞാൻ എങ്ങനെ എന്ത് നെഗറ്റീവ് നോക്കിയിട്ട് എനിക്ക് കിട്ടണില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, അവളെ കാലിന് ചെറിയ നടത്തത്തിൽ ചെറിയ പ്രശ്നം. അതെനിക്കറിയാലോ, ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ അറിയാം. ഞാൻ അവിടെ പോകാൻ തന്നെ കാരണം അതാണ്. എന്താ, എൻ്റെ അമ്മച്ചിക്കും അങ്ങനെ ചെറിയൊരു പരിമിതി ഉണ്ട്. എന്നിട്ട് എൻ്റെ അമ്മച്ചിൻ്റെ ഇപ്പച്ചിൻ്റെ ജീവിതത്തിലൊന്നും സംഭവിച്ചിട്ടില്ല. എൻ്റെ അമ്മച്ചി 100% എന്നെ സപ്പോർട്ട് ചെയ്തു. മനസ്സിലായില്ലേ? അപ്പോൾ ആ വാപ്പുണ്ടല്ലോ, അത് പറയുമ്പോൾ ആ വാപ്പാക്കുള്ളൊരു വല്ലാത്തൊരു മനോനിലയുണ്ട്. ഞാൻ മൂപ്പരെ അങ്ങോട്ട് വിളിച്ചു വരുത്തിയിട്ടാണ് പറഞ്ഞത്. കാരണം മൂപ്പർക്ക് ഭയങ്കര ആശങ്കയുള്ളൊരു പോയിൻ്റല്ലേ. ഇപ്പം അങ്ങനെ തന്നെ കേട്ടോട്ടെ എന്ന് വിചാരിച്ചാണ്. മാത്രമല്ല കുട്ടീനെ വിളിച്ച് ഞാൻ പറയും ചെയ്തു, മോളെ ഇങ്ങനെ കേട്ടോ പറഞ്ഞ് അവന് നല്ലൊരു ലൈഫ് നീ കൊടുക്കണം എന്ന് പറഞ്ഞു ഞാൻ ആ കുട്ടീനോട്. അപ്പം ഞാൻ പറയാൻ ശ്രമിച്ചത് എന്താ അറിയോ, ഇതൊക്കെ നമുക്ക് സന്തോഷം ഉണ്ടാക്കുന്ന കുറേ കാര്യങ്ങളാണ്. ഇങ്ങനത്തെ ഒരു സന്തോഷം നമുക്ക് നോമ്പിലുണ്ടോ? നോമ്പിലില്ലെങ്കിൽ നമ്മൾ ഭയങ്കര നഷ്ടക്കാരാണ്. നിങ്ങൾക്കൊക്കെ അറിയണം. നിങ്ങൾ ഒരുപക്ഷെ കഴിഞ്ഞ ആഴ്ച ഖുത്തുബയിൽ കേട്ടതോ അല്ലെങ്കിൽ അടുത്ത ആഴ്ച ഖുത്തുബയിൽ കേൾക്കാൻ പോണതോ ആയൊരു കാര്യം ഞാൻ നിങ്ങളൊന്നുകൂടി ഓർമ്മപ്പെടുത്താം. എന്താ, പ്രവാചകൻ്റെ സ്വഹാബത്ത് അവർ കണ്ട നല്ല സ്വപ്നങ്ങൾ ഒത്തുകൂടി പങ്കുവെക്കുമായിരുന്നു. പ്രവാചകൻ ചിലപ്പോൾ അവരോട് ചോദിക്കും, നിങ്ങളെങ്കിലും വല്ല നല്ല സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ പറയുന്നൊക്കെ പറയും. നമുക്കും പറയാം നല്ല സ്വപ്നം. ചീത്ത സ്വപ്നം കണ്ട ഒരിക്കലും പറയും ചെയ്യരുത്. ചീത്ത സ്വപ്നം കണ്ട ഇടതു ഭാഗത്തേക്ക് തുപ്പുക, അല്ലേ, ഇസ്തിആദത്ത് ചൊല്ലുക, അതൊക്കെയാണ് അള്ളാഹുവിൻ്റെ റസൂൽ നമ്മളെ പഠിപ്പിച്ചത്. അപ്പോൾ ത്വൽഹാ റളിയല്ലാഹു അൻഹു സ്വപ്നം കണ്ടത്. അദ്ദേഹം പറയാം, പ്രവാചകൻ്റെ സദസ്സിൽ ആ 2 മനുഷ്യന്മാർ വന്നത് ഞാൻ ഇപ്പോൾ ഓർക്കുന്നു. ഒരേ ദിവസം വന്നത്, ഒരേ ദിവസം ഇസ്ലാം സ്വീകരിച്ച്. 2 ആളും ഇങ്ങനെ ജീവിച്ചു പോണതിൻ്റെ ഇടയ്ക്ക് ഒരാളൊരു യുദ്ധത്തിൽ രക്തസാക്ഷിത്വം വരിച്ചു. 2ാമത്തെ ആൾ ശേഷം 1 വർഷവും കൂടി ജീവിച്ചു. 1 വർഷവും കൂടി ജീവിച്ചതിൻ്റെ ശേഷം അദ്ദേഹവും മരണപ്പെട്ടു. പക്ഷെ ഞാൻ കണ്ട സ്വപ്നത്തിൽ രക്തസാക്ഷിത്വം വരിച്ച ആളല്ല ആദ്യം സ്വർഗത്ത് പോണത്. 2 ആൾ സ്വർഗത്ത് പോകുന്നുണ്ട്. പക്ഷെ ആദ്യം കയറുന്നത് സാധാരണഗതിയിൽ ജീവിച്ച് ബെഡഡായിട്ട് മരിച്ചിട്ടുള്ള ആളാണ്. ഇത് കേട്ട് വന്നുകൊണ്ട് നബി ചോദിക്കുകയാണ്, അലൈസക്കത് മക്കസ ബഅദഹു സന. 1ാമത്തെ ആളെക്കാളും 2ാമത്തെ ആള് 1 കൊല്ലം കൂടി ഏറെ ജീവിച്ചില്ലേ? വാദറക റമളാന, അയാൾ റമളാൻ മാസത്തിൽ പ്രവേശിച്ചില്ലേ? അപ്പം അത് ചെറിയ കാര്യമല്ല. റമളാനിൽ ജീവിക്കാൻ കഴിയാന്ന് പറയുന്നത് ചെറിയ സംഭവമല്ല. നമ്മൾ പലപ്പോഴും എന്തിനാണ് നോമ്പ് നോൽക്കുന്നത് എന്നുള്ളതിൻ്റെ ഉത്തരം നമുക്ക് ഒറ്റ സ്വർഗം കിട്ടാനാണ്. ആ ഉത്തരം പോരാ. ഇപ്പോൾ നമ്മളൊക്കെ പൊതുവെ മലയാളത്തിൽ ഖുതുബ പറയുന്ന പള്ളികളിൽ പോണോണ്ട് നമുക്കൊക്കെ ഖതീബന്മാർ പറഞ്ഞു തരുന്നതുകൊണ്ട് നമ്മളെ മനസ്സിൽ നോമ്പൊക്കെ ഉണ്ടാവും. കച്ചവടക്കാർക്ക് ഉണ്ടാവും, സാധനം ഇറക്കണം കയറ്റണം അങ്ങനത്തെ കൊണ്ടുണ്ടാവും. പല ആളുകളുടെ അവസ്ഥ എന്താ അറിയോ, നിങ്ങളെ അത്താഴം കഴിക്കുമ്പോൾ ഉപ്പേരിക്കുള്ള കൊണ്ടുവരണട്ടോ എന്ന് ഭാര്യ പറയുമ്പോഴാണ് ചില ആൾക്കാർക്ക് നാളെ നോമ്പല്ലേ എന്ന് ആൾക്കാർ ആലോചിക്കണത്.
ചൊവ്വാഴ്ച കുറഞ്ഞ സെക്കൻഡുകൾ, കുറഞ്ഞ മിനിറ്റുകളുള്ളത്, കാണാൻ സാധ്യത കുറവാന്ന് തോന്നുന്നുണ്ട്. എന്തായാലും 30 പൂർത്തീകരിച്ച് തൊട്ടടുത്ത ദിവസങ്ങളിൽ നമ്മൾ കടക്കണം. തൊട്ടടുത്തെത്തി. ആ ഫീലിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടോ? എത്താത്തിൻ്റെ കാരണം എന്താ അറിയോ? എന്തിനാണ് നമ്മൾ നോമ്പനുഷ്ഠിക്കുന്നത് എന്നുള്ള ചോദ്യത്തിനൊരു ഉത്തരമുണ്ട്. എന്തിനാണ് നോമ്പനുഷ്ഠിക്കുന്നത് അത് നമുക്ക് അറിയണം. അതാണ് നമ്മളെ നിയ്യത്ത്. നമ്മളെ നിയ്യത്തിന് അവൈത്തോ സോമഖദിൻ അൻ അദാ ഇ ഫർദ റമളാന ഹാദിഹി സനത്തിൽ ഇല്ലാഹി തആല എന്നല്ല. നമ്മളെ നിയ്യത്ത് ഒന്നാമത്തത് എന്തുകൊണ്ട് സന്തോഷിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചു, നോമ്പുകാരൻ്റെ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം സ്വീകാര്യത ഉണ്ട്. അപ്പം നമ്മളെ ജീവിതത്തിലെ കുറേ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളുണ്ടാകും. അതൊക്കെ പടച്ചോ നല്ലോണം സ്വീകരിക്കുന്ന ഒരു സമയത്തേക്കാണല്ലോ ഞാൻ ചെല്ലണത്. അപ്പോൾ എനിക്ക് പ്രാർത്ഥിക്കാലോ, ഈ റമളാനോട് കൂടെ അത് നേടിയെടുക്കാമല്ലോ. അങ്ങനെ വേണം മനസ്സിൽ. ഈ റമളാനിൻ്റെ ലക്ഷ്യമാണ് എന്ത്? ഈ റമളാനോട് കൂടെ അത് നേടിയെടുക്കണം. ആ കാര്യം, ആ വിഷയം എല്ലാവർക്കും ഉണ്ടാകും മനസ്സിൽ ചില സ്വപ്നങ്ങളൊക്കെ. ചിലപ്പോൾ വലിയ കടങ്ങളുണ്ടാകും, ചിലപ്പോൾ മക്കളുടെ വിഷയത്തിൽ നമുക്ക് പല സങ്കടങ്ങളുണ്ടാകും, ദാമ്പത്യത്തിൻ്റെ കാര്യത്തിൽ വിഷമങ്ങളുണ്ടാകും, നമ്മളെ തന്നെ ജീവിതത്തിൽ സംഭവിച്ചു പോയ കാര്യങ്ങളെക്കുറിച്ചുള്ള വിഷയങ്ങളുണ്ടാകും. അതൊക്കെ ചോദിക്കാനും പറയാനും ഒരു അവസരം വരുന്നു എന്നുള്ളത് ചെറിയ കാര്യമാണോ? നിങ്ങൾ നോക്കൂ, സലാസു ദഅവാത്തിൻ മുസ്തജാബാത്ത്, 3 പ്രാർത്ഥനകൾക്ക് പ്രത്യേകം സ്വീകാര്യതയുണ്ട് എന്ന് നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അതിലൊന്നാണ് ദഅവത്തു സ്വായിം, നോമ്പ് നോൽക്കുന്നവൻ്റെ പ്രാർത്ഥന, ഇൻദ ഫിത്രിഹി, അത് തുറക്കുമ്പോൾ. ഈ ഹദീസ് ഇമാം അൽബാനി റഹിമഹുല്ലാഹ് സ്വഹീഹാക്കിയ ഹദീസാണ്. ഞാൻ അങ്ങനെ പറയാൻ കാരണം, ഹദീസൊക്കെ വായിക്കണ ചില ആളുകളത് കാണുമ്പോൾ ലഈഫ എന്നൊക്കെ ചിലപ്പോൾ കാണും. പക്ഷേ ഹദീസിൻ്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് ഷെയ്ഖ് അത് സ്വഹീഹാണെന്ന് പറഞ്ഞത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ശരിക്കും എന്താണ് നോമ്പ് തുറക്കണം? എന്താ പറയുക, ആ മുട്ടമാലാണ്ട് എടുക്കുക, സമൂസൻ്റെ എടുക്കുക, ആ ബത്തക്ക വെള്ളം കൊണ്ടേ കൊടുക്കുക, അത് ഇവിടെ കൊടുക്കുക. ഇത് കല്യാണപ്പന്തലുമാതിരി ചില ആൾക്കാർ കാട്ടിക്കൂട്ടുക അല്ലേ? കല്യാണപ്പന്തലുമാതിരി കാട്ടിക്കൂട്ടുക. അതൊക്കെ അവിടെ വെക്കുക. വെച്ചിട്ട് അത്യാവശ്യമൊക്കെ ഒന്ന് നോക്കാനൊക്കെ ഒരാൾ ഉണ്ടാകുക, ബാക്കിയുള്ളവരിൽ ഇരിക്കുക. നല്ല ബിസ്മി ചൊല്ലിയിട്ട് ചില ആൾക്കാർക്ക് തോഫീക്ക് ഉണ്ടാവില്ല. നോമ്പ് തുറക്കുമ്പോൾ പോലും ബിസ്മി ചൊല്ലാൻ തോഫീക്കില്ലാത്തവരുണ്ട്. പാപങ്ങൾ കുമിഞ്ഞുകൂടിയാൽ, സമയമുണ്ടെങ്കിൽ ഞാൻ പറയൂ, പാപങ്ങൾ കുമിഞ്ഞുകൂടിയാൽ നന്മയുടെ തൗഫീക്ക് നഷ്ടപ്പെടുന്നതാണ്. ചില ആളുകളൊക്കെ റമളാൻ മാസത്തിലിട്ട് ഓത്തുങ്ങോട്ട് തുടങ്ങും, സജീവമായിട്ട് തുടങ്ങും. പിന്നെ എപ്പോഴാണെന്ന് അറിയില്ലാണ് പോകും. പിന്നാണ്ട് 27-ാം നോമ്പായി എന്നറിയുമ്പോഴാണ് ഓർമ്മ വരിക. എന്താ കാര്യം? ഒരു മഹാപണ്ഡിതൻ, അദ്ദേഹം വീട്ടിലിങ്ങനെ കരയാണ്, ഇരുന്ന് കരയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് യാദൃശ്ചികമായിട്ട് ചെന്നു. ആ സുഹൃത്തായ മനുഷ്യൻ പറയാം, അദ്ദേഹത്തെ നിയന്ത്രിക്കാൻ പറ്റണില്ല, കരഞ്ഞ് അദ്ദേഹം വീഴാണ്. അപ്പം ഞാൻ അദ്ദേഹത്തെ പിടിച്ചിരുത്തി. കാരണം ഞാൻ നിർബന്ധപൂർവ്വം ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, എനിക്ക് ഇന്നലെ രാത്രി ഞാൻ ഓതുന്ന ജുസ്കളൊന്നും ഓതി തീർക്കാൻ പറ്റിയില്ല. ഞാൻ ഓത്തിനിടയിൽ ഉറങ്ങി വീണുപോയി. പിന്നെ സുബഹി ആയപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. അതിൻ്റെ കാരണം ഞാൻ ചെയ്ത എന്തോ ഒരു പാപമാണ് എന്നാണ്. അപ്പം ജീവിതത്തിൽ സ്ഥിരം പാപം ചെയ്യുന്നൊരു വ്യക്തിക്ക് പല തൗഫീഖും നഷ്ടപ്പെടും. എങ്ങനെയാലും കറങ്ങിത്തിരിഞ്ഞ് അയിമകണ്ട് എത്തൂല. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ശരിക്കും റമളാനിൻ്റെ 30 ദിവസത്തേക്ക് നമുക്ക് 30 പ്രാർത്ഥന പ്ലാൻ ചെയ്ത് വെക്കാം. ശരിക്ക് പൊതുവായി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ഏറ്റവും നല്ലൊരു പ്രാർത്ഥനയാണ് ഇത്. റബ്ബന ആതിന, അത് നിങ്ങൾക്ക് അറിയില്ലേ? അന്ന് അവനെന്താ പറയാത്തു? റബ്ബന ആതിന ഫിദ്ദുന്യ ഹസനത്തൻ വഫിൽ ആഖിറത്തി ഹസനത്തൻ വഖിന അദാബന്നാർ. അതിലൊക്കെ ഉണ്ട്, എല്ലാതും ഉണ്ട്. പ്രവാചകൻ നന്നായി ആവർത്തിച്ച് പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്. അതൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം ഓരോ നോമ്പ് തുറക്കുമ്പോഴേക്കും ഓരോ കാര്യം നമുക്ക് പ്ലാൻ ചെയ്ത് വെക്കാം. കുടുംബമായിട്ട് ഒന്നിച്ചിരുന്ന്, അല്ലെങ്കിൽ ഒന്നിച്ചിരിക്കാതെ ഒക്കെ. ചിലത് നമ്മളത് വളരെ നമ്മുടെ ഒരു പേഴ്സണൽ സീക്രട്ടിലും നമ്മളുടെ ഒരു നമ്മൾ മാത്രമുള്ളൊരു ഒരു 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 ഏകാന്തതയിലും നമ്മൾ പടച്ചവനോട് പറയേണ്ട കാര്യങ്ങളുണ്ടാവും. അതങ്ങനെ തന്നെ മാറട്ടെ. അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ സന്തോഷിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പടച്ചവനോട് ചോദിച്ച് വാങ്ങാവുന്നൊരു സമയത്തേക്ക് നമ്മൾ എത്തുന്നു എന്നുള്ളതാണ് എൻ്റെ ഒന്നാമത്തെ ഉത്തരം. രണ്ടാമത്തെ കാര്യം എന്താ അറിയോ? രണ്ടാമത്തെ കാര്യങ്ങൾ കേട്ടോളി.
ഈ നോമ്പ് എന്നുള്ളത് മനുഷ്യനെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതാണെന്നാണ്. പഠിച്ചവൻ്റെ അടുത്ത് നരകക്കാരുടെ ലിസ്റ്റുണ്ട്, സ്വർഗ്ഗക്കാരുടെ ലിസ്റ്റുണ്ട്, ഒക്കെ ഉണ്ട്. നമ്മൾ ഏത് ലിസ്റ്റിലാണ് നമുക്കറിയില്ല. നരകത്തിൻ്റെ ഒരു സെക്കൻഡ് പോലും, ഒരു മില്ലി സെക്കൻഡ് പോലും നമുക്ക് താങ്ങാൻ പറ്റണതല്ല. നരകവും സ്വർഗമൊക്കെ അതെന്നോ വരാൻ പോകുന്നൊരു സംഭവമായിട്ടാണ് വിചാരിക്കണേ. ഇന്ന് നമ്മൾ മരിച്ചാൽ നമ്മളെ സ്വർഗവും നമ്മളെ നരകമൊക്കെ ആരംഭിച്ചു. സ്വർഗത്തിൻ്റെ കാഴ്ച കണ്ട് നരകത്തിൻ്റെ അനുഭവങ്ങളിലൂടെ ഒരു വ്യക്തി അയാളുടെ ഖബറിൽ പിന്നെ മുന്നോട്ട് പോവാണ്. യുഗാന്തരങ്ങൾ കിടക്കേണ്ടി വരികയാണ്. നേരിട്ട് മൂർഖൻ പാമ്പിനെ കാണുന്നതിലേറെ വലിയ പ്രശ്നമാണ് സ്വപ്നത്തിൽ തലക്കുമ്പുറത്തൊരു മൂർഖൻ പാമ്പ് വന്നാൽ, അല്ലേ? നേരിട്ട് മൂർഖൻ പാമ്പ് വന്നാൽ ഇറങ്ങി വണ്ടിയാൽ മതി. തലക്കുമ്പുറത്തെ മൂർഖൻ പാമ്പോ? അപ്പോൾ അതങ്ങനെ, അതൊക്കെ ഞാൻ കണ്ടോണ്ട് എന്നുള്ള മൈൻഡുള്ളവരോടാ പറയണേ. ഖബർ കിടന്ന് ഞാൻ കണ്ടോണ്ട് എന്ന് മൈൻഡുള്ളവരോടാ പറയണേ കേട്ടോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അള്ളാഹുവിൻ്റെ റസൂൽ പറയാം, മൻ സ്വാമ യൗമൻ ഫീ സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരാൾ ഒരു ദിവസത്തെ നോമ്പനുഷ്ഠിച്ചാൽ ബഅദല്ലാഹു വജ്ഹഹു അനിന്നാരി 70 ഖരീഫ, അള്ളാഹു അവനെ 70 വർഷത്തെ വഴി ദൂരത്തേക്ക് മാറ്റിക്കൊടുക്കും. ഒറ്റ നോമ്പ് പഠിച്ചോ സ്വീകരിച്ച് കിട്ടിയാൽ മതി. അള്ളാഹു നമ്മുടെ എല്ലാ നോമ്പും നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഒരു ദിവസം റസൂലുള്ളാഹി പറഞ്ഞു, വലില്ലാഹി ഉതഖാഉ മിനന്നാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്ന് ഒരുപാട് ആളുകളെ റമളാനിൻ്റെ രാവുകളിൽ മോചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, അദാലിക ഫി കുല്ലി ലൈലത്തിൻ യാ റസൂലല്ലാഹ്, റമളാൻ്റെ എല്ലാ രാത്രിയിലും അത് സംഭവിക്കുന്നുണ്ടോ എന്ന് വെച്ചപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു അതേന്ന്. അപ്പോൾ റമളാനിൽ അയാൾ അനുഷ്ഠിച്ച നോമ്പ് അയാളുടെ ഹൃദയത്തിലേക്ക് നോക്കി, അയാളുടെ സമീപനത്തിലേക്ക് നോക്കി പടച്ചോ നോമ്പ് സ്വീകരിച്ചിട്ട് അവരെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കും എന്നാണ്. അതുകൊണ്ട് നരകമോചനം കിട്ടാൻ സാധ്യതയുള്ള ദിവസങ്ങളിലേക്ക് എത്തുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് അതാണ് നമ്മുടെ നിയ്യത്താകേണ്ടത്. പടച്ചോനെ, ഞാനിന്ന് നോമ്പ് വെൽക്കുന്നത് എൻ്റെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടാനാണ്, എനിക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ്, റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കും എന്നാണ് മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം എന്താ അറിയോ? നാലാമത്തെ കാര്യം, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തി അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതാണ്. ലിസ്വായിമെ ഫർഹത്താൻ, നോമ്പുകാരന് 2 സന്തോഷമുണ്ട്. ഒന്ന് ഫർഹത്തുൻ ഇൻദ ഫിത്രിഹി, നോമ്പ് തുറക്കുന്ന സമയത്താണ്. 2 ഫർഹത്തുൻ ഇൻദ ലിഖാഇ റബ്ബിഹി, 2 അള്ളാഹിനെ കണ്ടുമുട്ടുമ്പോഴാണ്. അപ്പോൾ നമ്മൾ എടുക്കണ നോമ്പ് അള്ളാഹുവിനെ കാണേണ്ട നോമ്പാകണമെങ്കിൽ അതിന് കുറച്ച് പണിയൊക്കെ നമ്മൾ ചെയ്യാണ്ട്. അപ്പം അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന നിമിഷങ്ങൾ ഒരു വ്യക്തിക്ക് ഓഫർ ചെയ്യപ്പെടുമ്പോൾ അയാൾക്ക് സന്തോഷം ഉണ്ടാകും, അതിനനുസരിച്ചുള്ള ഒരുക്കം ഉണ്ടാകും. എന്താ ഒരുക്കം? എന്താ? പെണ്ണുങ്ങളൊക്കെ പിന്നെയും കുറച്ച് ഒരുങ്ങും. ആ ജനലിൻ്റെ മറ്റേ ഒക്കെ അവിടെയൊക്കെ തുടച്ച് റെഡിയാക്കി കർട്ടനൊക്കെ അത് 35 വയസ്സിൻ്റെ മേലുള്ള പെണ്ണുങ്ങൾ, അങ്ങനെ പറയണം. ഒരു 32 വയസ്സിൻ്റെ മേലുള്ള കുടുംബിനികൾ ഓരാണ് അതൊക്കെ ചെയ്യുക. അല്ലാത്തവർ ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവില്ല. വെറുതെ പരിശോധിച്ചോളി, വല്ലാതെ തെറ്റാൻ സാധ്യതയല്ല ഞാൻ പറയണം. അല്ലെങ്കിൽ പിന്നെ ഒരു 10-70 വയസ്സായ ഒരു വല്യമ്മ അവിടെ വേണം എന്നുണ്ടാവും, അല്ലേ? ഓവിടൊക്കെ ഒന്ന് തട്ടിക്കൊട്ടി പൊടിയൊക്കെ ഒന്ന് കളഞ്ഞ് ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ടാവും. വീട് മാത്രം പോരാ, ആദ്യം മനസ്സാണ് തട്ടിക്കൊട്ടേണ്ടത്. മനസ്സാണ് ആദ്യം തട്ടിക്കൊട്ടേണ്ടത്. നോക്കൂ, നിങ്ങൾ കൃത്യമായി പറഞ്ഞാൽ പണ്ഡിതന്മാർ എത്ര വൃത്തിക്ക് ഈ വിഷയം പഠിപ്പിച്ചു, അല്ലേ? പണ്ഡിതന്മാർ വളരെ കൃത്യമായി ഈ വിഷയം പഠിപ്പിച്ചു. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് പറയണേ, ഇന്നീല അക്റഹു അൻ അറ അഹദുക്കും സബഹലൻ, നിങ്ങളിങ്ങനെ അലസന്മാരായി കഴിയണത് എനിക്കിഷ്ടമല്ല. ലാഫി അമലി ദുന്യ വലാഫി അമലിൽ ആഖിറ, ദുന്യാവിൻ്റെ അമലല്ല പരലോകത്തിൻ്റെ അമലല്ല. മിക്കവാറും വീട്ടിലുള്ള ആണുങ്ങളുടെ ഒരു അവസ്ഥ ഇതായിരിക്കും, അങ്ങനെ ഇരിക്കുന്നുണ്ടാവും. മക്കളെ ഒന്ന് താലോലിക്കാൻ പോലും നേരം ഉണ്ടാവില്ല. ആ ഇരിക്കണമെന്ന് അടുക്കളയിൽ പോയി ഇരുന്നാൽ മതി, ഭാര്യനോടൊന്ന് വർത്താനം പറഞ്ഞാൽ മതി. മൂപ്പരിങ്ങനെ ഫോണുമ്മ തോണ്ടി 2 ലോകത്തേക്ക് ഉപകാരപ്പെടില്ല, അങ്ങനെ ഇരിക്കും. പണ്ഡിതന്മാർ ഇത് വളരെ കൃത്യമായി ഗൗരവത്തോടു കൂടെ, ഇന്നൽ മുഅ്മിൻ യുഹ്സിനു തദ്ബീർ, ഒരു വിശ്വാസി അവൻ്റെ പ്ലാനിങ് പക്കയാക്കും. വൈനൽ അഹ്മഖ്, വിഡ്ഢിയോ യഅമലു ബിലാ തദ്ബീർ, ഒരു ചിന്തയില്ലാതെയാണ് പോവുക. അപ്പോൾ വീട്ടിൽ കുറച്ച് നല്ല പ്ലാനിങ്ങുകളൊക്കെ ആവശ്യമുണ്ടാകും. ചിലപ്പോൾ എന്താ പറയുക, വീട്ടിലെ ഫ്രിഡ്ജൊക്കെ കേടുവന്നിട്ടുണ്ടാവും, മിക്സി കേടുവന്നിട്ടുണ്ടാകും, ഗ്യാസ് അടുപ്പ് കേടുവന്നിട്ടുണ്ടാവും. ഗ്യാസ് അടുപ്പ് കേടുവന്ന എന്താ, കുറേ സമയമെടുക്കും കത്താൻ.
ഒരടുപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ. അവിടെ മുതൽ തുടങ്ങണം. പിന്നെ ഭക്ഷണ സാധനങ്ങളും കാര്യങ്ങളും സംഭവങ്ങളൊക്കെ അല്ലേ, അത് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫ്രെയിമിലേക്ക് എത്തണം. അതൊക്കെ ഒന്നിച്ചിരുന്ന് തീരുമാനം എടുക്കണം. ചില ആളുകൾ ചില സ്ത്രീകളൊക്കെ അവരുടെ എല്ലാ വിദ്യകളും കലകളൊക്കെ തെളിയിക്കൽ റമദാൻ മാസത്തിലാണ്. എന്നിട്ട് അടുക്കളയിൽ നിന്ന് പോരാൻ നേരം ഉണ്ടാവില്ല. പലജാതി പലഹാരം സ്റ്റാറ്റസ് ആക്കലും അല്ലേ, ഉണ്ടാക്കലും ചുടലും പൊരിക്കലും തന്നെയായിരിക്കും പണി. നേരം വെളുത്തൊന്ന് അത്താഴത്തിനുണ്ടാക്കി കഴിഞ്ഞ് ഉറങ്ങി എണീറ്റാൽ അടിക്കൽ തുടക്കൽ അങ്ങനെ വന്ന് എത്തുമ്പോൾ 3-3:30 ആയപ്പോഴത്തേന് പത്തിരി പണി തുടങ്ങാനായി അല്ലേ. അത് കഴിഞ്ഞാണ്ട് പിന്നെ അയക്കുള്ളതൊക്കെ ആയി, പിന്നെന്തായി, അങ്ങനായി. നിസ്കാരമൊക്കെ കിട്ടി. ഓരോ വീട്ടിൽ ഓരോരോ ആൾക്കാരുണ്ടാകും. മൂപ്പർക്ക് അത് വേണം, ഇവർക്ക് ഇത് വേണം, മറ്റവർക്ക് അത് വേണം. കുടുംബ സംവിധാനത്തിലെ വളരെ മോശപ്പെട്ട സമീപനമുള്ള ചില ആൾക്കാരുണ്ട്. ഒരു കുട്ടി കഴിഞ്ഞ പെരുന്നാളിന് എനിക്ക് മെസ്സേജ് അയച്ചു, അജുക്ക ഞങ്ങളുടെ വീട്ടിൽ പെരുന്നാൾക്കൊന്ന് ബിരിയാണി ഉണ്ടാക്കാൻ നിങ്ങൾ ജപ്പാനോടൊന്ന് പറയുമോ? ഞാൻ ഈ മദ്രസ പഠിപ്പിക്കുന്ന കുട്ടിയാണ്. അതെന്താ കുഞ്ഞു അങ്ങനെ? ഞങ്ങളെ ആപ്പാക്ക് വെറുംചോറും അതേപോലെ തന്നെ മറ്റേതില്ലേ ഉണക്കമീനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ അതാണ് ഞങ്ങളെ പെരയിൽ വല്യമ്മ ഉണ്ടാക്കുക. ഒന്ന് ആലോചിച്ചു കണികൾ. ഞാനിവനെ വിളിച്ചിട്ട് ചോദിച്ചു, എടാ ചങ്ങായി ആണാന്ന് ചോദിച്ചാൽ. എനിക്കങ്ങനെ ചോദിക്കാൻ എനിക്കത്ര ബോണ്ടുള്ള ആളാണ്. ഇജ്ജിപ്പോൾ എന്താ വിചാരിച്ചു ചോദിച്ചാൽ, എൻ്റെ കുട്ടിക്ക് ഈ പെരുന്നാൾക്ക് ബിരിയാണി ഇജ്ജ് കൊടുക്കൂലേ, ഞാൻ കൊടുത്തോണ്ട് പറഞ്ഞേ. എന്താ ചെയ്യുക? അങ്ങനെയൊക്കെയാണ് പെരയിൽ കയറും. ഞാൻ പറഞ്ഞു, ഇജ്ജ് അവിടുന്നേ നിസ്കാരം കഴിഞ്ഞിട്ട് ഓരെയും കൊണ്ട് പോയി പുറത്തുനിന്ന് ബിരിയാണി തിന്നിട്ട് പോയാൽ മതി പെരയ്ക്ക്. ഇജ്ജ് തിന്നണ്ട, എൻ്റെ കുട്ടിയൊക്കെ കൊടുത്തളാം. എന്നിട്ട് ഒരു 2-3 എണ്ണം വാങ്ങിയിട്ട് പോയിക്കോ. അപ്പോൾ ഈ ദിവസം ഇവിടെ ഒന്നും കിട്ടൂലല്ലോ. കിട്ടുമെങ്കിൽ ഞാൻ തിന്നൂലേ? നിങ്ങളെന്താ പറയണേ? ഞാൻ പിന്നെ വൈകുന്നേരം ആകുമ്പോൾ വാങ്ങിക്കൊടുക്കലുണ്ട് കൊണ്ടുപോയിട്ട്. അപ്പോൾ നമ്മളൊരു സഹപ്രവർത്തകനോട് മൂപ്പരെ പെരുന്നാൾ വിളിക്കാൻ പറഞ്ഞു. ഞാൻ അതൊന്നും പറഞ്ഞില്ല, പെരുന്നാൾ വിളിക്കാൻ പറഞ്ഞു. അവൻ്റെ പെണ്ണുങ്ങളോട് വൈഫ് വിളിച്ചിട്ട് 2-3 പൊതിയാക്കിയിട്ട് കൊടുക്കാനും പറഞ്ഞു. നമ്മളെ കുടുംബ സംവിധാനത്തിലെ ചീഞ്ഞ സംസ്കാരങ്ങളാണതൊക്കെ. ഒരു റമദാൻ മാസം ഉണ്ടെങ്കിൽ ആ റമദാൻ മാസത്തിൽ മറ്റേക്ക് ഈ കറി, മറ്റോക്ക് ആ കറി അല്ലേ. എന്നിട്ട് ഈ പെണ്ണിനിടെ ഇറങ്ങാൻ പറ്റൂല. ദിക്റുമക്കും ദുആമക്കും ഖുർആനുമൊക്കെ എത്താൻ പറ്റില്ല. ചില അമ്മമാരുണ്ടാകും 3 മണിക്കൂർക്ക് പത്തിരി പണി തുടങ്ങണം. ഓല് പണ്ട് പത്തിരി കിട്ടിയൊരു കോലുണ്ട്, അതൊക്കെ ഇങ്ങനെ ആക്കി ഇങ്ങനെ തിരിച്ച് പിന്നെ അങ്ങോട്ടാക്കി ഇങ്ങോട്ടാക്കി. ഇവർക്ക് ഇത്ര സമയം ആവശ്യമല്ല, എന്നാലും വില ഇറങ്ങണം. ഞാൻ പറയണേ, ഇതൊക്കെ ഒന്ന് നമ്മൾ ക്രമീകരിക്കണം. ഈ ദിവസങ്ങളെ ഉണ്ടാകുള്ളൂ. അടുത്ത ഈ റമദാൻ തന്നെ നമ്മൾ ജീവിക്കുമെന്നൊരു ഒരു പിടുത്തമല്ല. അതുകൊണ്ട് കൃത്യമായ പ്ലാനിങ്ങിലേക്ക് നമ്മൾ എത്തണം. എന്താ പ്ലാൻ ചെയ്യേണ്ടത്? എല്ലാ കൊല്ലവും കഷ്ടപ്പെട്ട് ഇടങ്ങേറായി ഒരു ഖത്താണ് പൂർത്തിയാക്കലുണ്ട്. പടച്ചോനെ, അതും ഇക്കൊല്ലം പൂർത്തിയാക്കാൻ കഴിഞ്ഞെങ്കിൽ നല്ല പ്ലാൻ ചെയ്യേണ്ടത്. കുറച്ചും കൂടിയും മുന്നോട്ട് പോകണം. എല്ലാ 10-ലും 3 10 ഉണ്ടല്ലോ, എല്ലാ 10-ലും ഓരോ തവണ ഖുർആൻ പാരായണം പൂർത്തിയാക്കാൻ പറ്റുമോ? നിയ്യത്ത് ഉണ്ടാക്കുമ്പോൾ വലിയ നിയ്യത്ത് ഉണ്ടാക്കേണ്ടത്. നിയ്യത്ത് മാത്രം വെച്ചാൽ അപ്പോൾ പ്ലാനിങ് ഉണ്ടാക്കണം. കാരണം എന്താ? ഇന്നമൽ അഅ്മാലു ബിന്നിയ്യ. പ്രവർത്തനങ്ങൾ തന്നെ ഉദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നാണ്. പ്രവർത്തനം എന്ന് പറയുന്നത് ഉദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. എന്നിട്ട് റസൂൽ പറയാം, ഫമൻ ഹമ്മ ബി ഹസനത്തിൻ. മറ്റൊരു ഹദീസിൽ ഒരാളൊരു നല്ല കാര്യം ചെയ്യാൻ തീരുമാനിച്ചു, ഫലം യഅമൽഹു, പക്ഷേ പല കാരണങ്ങളാൽ അവനത് ചെയ്യാൻ പറ്റിയില്ല, കതബഹുല്ലാഹു ലഹു ഹസനത്തൻ കാമില, ഒരു പൂർണ്ണമായ കൂലി അവൻ്റെ പേരിൽ അള്ളാഹു എഴുതും. ചെയ്യാൻ വിചാരിച്ചു, പക്ഷേ ചെയ്യാൻ പറ്റിയില്ല. പ്ലാനൊക്കെ ഉണ്ടാക്കി. എന്താ? ഒന്നാമത്തെ 10 ദിവസം കൊണ്ട് എൻ്റെ ഖുർആൻ പാരായണം പൂർണ്ണമാകണമെങ്കിൽ ഞാൻ എത്ര പേജ് ഓതണം? ഒരു ജുസ് എന്ന് പറയുന്നത് 20 പേജ്, 10 പേജ് 20 ഖുർആൻ. ഒരു പേജ് ഓതാൻ ഒരു 3 മിനിറ്റ് ഇട്ടാൽ അല്ലേ? 3 മിനിറ്റ് ആവശ്യമൊന്നുമില്ല ഒരു പേജോ. എല്ലാ നിയമം പാലിച്ചോദന അബ്ദുറഹ്മാൻ സുദൈസിന് ഹഫ്ളഹുള്ളക്കുള്ള സമയമാണ് 3 മിനിറ്റ്. നമുക്ക് അത്ര വേണ്ട. എല്ലാ മദ്ദും സ്വദ്ദും ഒക്കെ ആക്കിയിട്ട് ഓതുന്നവർക്കുള്ളതാണ്. അപ്പോൾ ഇനി അരമണിക്കൂറാണെങ്കിൽ 10 മിനിറ്റ് സുബഹിക്ക്, 10 മിനിറ്റ് ളുഹറിന്, 10 മിനിറ്റ് അസറിന് ഓതിയാലൊരു ജുസ് പൂർത്തിയായി.
ഒരു ജുസ് പൂർത്തിയായി. അപ്പോൾ എനിക്ക് 3 ജുസ് പൂർത്തിയാകണം. അപ്പോൾ ഞാൻ എങ്ങനെ പ്ലാൻ ചെയ്യും? ഇതൊക്കെ പ്ലാൻ ഉണ്ടാക്കി നടന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പൂർത്തിയാക്കിൻ്റെ കൂലി തരുന്നതാണ്. മാത്രമല്ല നിയ്യത്തിൻ്റെ ശക്തി എന്താ നിങ്ങൾ ശരിക്കും കേട്ടുള്ളൂ ഈ ഹദീസ് കേട്ടോ. നമുക്കിങ്ങനെ രോമാഞ്ചം കൊള്ളണ ഹദീസാണ്. എന്താണ്? വഅബ്ദുൻ റസഖഹുല്ലാഹു ഇൽമൻ വലം യുർസുഖുഹു മാലൻ. കുറേ അടിമകളെ കുറിച്ച് പറയാം. ഇതൊരു അടിമ. വഅബ്ദുൻ റസഖഹുല്ലാഹു ഇൽമൻ, ഒരു വ്യക്തിക്ക് അല്ലാഹു ഇൽമു കൊടുത്തു, അറിവ് കൊടുത്തു പറഞ്ഞാൽ എന്താ? സ്വതക്കനെ കുറിച്ചുള്ള എല്ലാ മഹത്വവും, സ്വതക്കൻ്റെ മഹത്വമൊക്കെ മൂപ്പർക്ക് അറിയാം. പക്ഷെ കൊടുക്കാൻ പൈസ അല്ല. സ്വതക്ക കൊടുത്താൽ ബലാ നീങ്ങും, സ്വതക്ക കൊടുത്താൽ അള്ളാഹുവിൻ്റെ കോപം അടങ്ങും, സ്വതക്ക കൊടുത്താൽ കൊടുത്തിൻ്റെ ഇരട്ടി പടച്ചോൻ ദുന്യാവ് തന്നെ തിരിച്ചു തരും. നിങ്ങൾ 5 കോടി കൊടുത്തനെങ്കിൽ 5 കോടി ദുന്യാവ് തന്നെ തിരിച്ചു കിട്ടും. പരലോകത്തു നിന്നുമല്ല, ദുന്യാവ് തന്നെ തിരിച്ചു കിട്ടും. നിങ്ങൾ കൊടുത്തതൊക്കെ പല വഴിക്ക് നിങ്ങൾക്ക് തിരിച്ചു വന്നിട്ടുണ്ടാവും. അതിന് നമ്മൾ പ്രോഫിറ്റ് എന്ന് പേരിടും, റെമ്യൂണറേഷൻ എന്ന് പേരിടും, ശമ്പളം എന്ന് പേരിടും, പല പേരിൽ ഇതൊക്കെ എന്ത് ചെയ്യും നമ്മളെ അടുത്തേക്ക് വന്നിട്ടുണ്ടാവും. നിങ്ങൾ ഒരു പെണ്ണൊരു വള ഊരി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കൊടുത്ത വളൻ്റെ ഓഹരി വന്നിട്ടുണ്ടാവും എന്നാണ് പറയുന്നത്. വന്നിട്ടുണ്ടാവും, ഒരു സംശയമില്ല. നമുക്കത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ചിലപ്പോൾ പറ്റിയിട്ടുണ്ടാവില്ല. ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. ഒരു ഭാര്യ ഒരു ഭർത്താവും ഇവർ രണ്ടാളും ഹോസ്റ്റലിൽ താമസിച്ച് പഠിക്കുകയാണ്. കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. ഇറങ്ങാൻ നോക്കുമ്പോൾ പൈസ അല്ല, കയ്യിൽ പൈസ അല്ല, ബസ്സിൻ്റെ പൈസ അല്ല കേട്ടോ, ബസ്സിൻ്റെ പൈസ അല്ല. അപ്പം അങ്ങനെ ഇരിക്കുക രണ്ടാളും. ഇനിയിപ്പോൾ എന്താ കാട്ടുക? ആരോടെ ചോദിക്കുക? അപ്പോൾ ഭാര്യ ഡയറി ഇങ്ങനെ തക്കിയപ്പോൾ അതിൽ 2 500 നോട്ട്, 2 500 നോട്ട് അൽഹംദുലില്ലാ പറഞ്ഞു പോകുന്നു. ഭയങ്കര കൗതുകത്തിൽ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ചരിത്രത്തിലൊരു സംഭവം പറഞ്ഞു കൊടുത്ത് ഞാൻ. ഒരു മനുഷ്യൻ എന്ന് എണീറ്റ് നോക്കുമ്പോൾ തലക്കിണിൻ്റെ ചോട്ടിലുണ്ടാവും കുറച്ച് സ്വർണം. അയാളതെടുത്തിട്ട് സ്വതക്ക ചെയ്യും. അപ്പോൾ അയാളുടെ ഒരു കുടുംബക്കാരൻ എന്ത് ചെയ്തു എന്നറിയോ? അയാളുടെ കുടുംബക്കാരൻ ഇയാൾ ചെയ്യണതൊക്കെ ചെയ്യാൻ തുടങ്ങി. പക്ഷേ ഇയാൾക്ക് തലക്കിണിൻ്റെ ചോട്ടിൽ സ്വർണം വരുന്നില്ല. അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ തലക്കിണിൻ്റെ ചോട്ടിൽ സ്വർണം വരുമെന്ന് വിചാരിച്ചിട്ടല്ല ഇബാദത്ത് ചെയ്ത്. നീയോ തലക്കിണിൻ്റെ ചോട്ടിൽ തലയിണൻ്റെ ചോട്ടിൽ സ്വർണം വരുന്ന എഴുതിയിട്ട് ചെയ്തു. അതതിൻ്റെ വ്യത്യാസം. അപ്പം ഈ പറഞ്ഞ പോലെ ഹദീസിലുള്ള എന്താണ്? അബ്ദുൻ റസഖഹുല്ലാഹു ഇൽമൻ, ഒരു വ്യക്തിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമു കൊടുത്തു. വലം യർസുഖുഹു മാലൻ, അയാൾക്ക് മാല് കൊടുത്തില്ല, ധനം കൊടുത്തില്ല. ഫഹുവ സാദിഖുൻ നിയ്യ, അവൻ്റെ നിയ്യത്ത് ഭയങ്കര സത്യസന്ധാണ്. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? പടച്ചോനെ, എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നെങ്കിൽ ആ കിഡ്നി രോഗിയായ ആ പ്രവർത്തകന് ഞാനത് കൊടുക്കുമായിരുന്നല്ലോ റബ്ബേ. ആ ചോർന്നൊലിക്കുന്ന വീട് ഞാൻ സഹായിക്കുമായിരുന്നല്ലോ. ഇന്നിപ്പോൾ ദായി മീറ്റുന്ന ഒരാൾ പറഞ്ഞു, കുറച്ച് നേരത്തെ ഇറങ്ങുകയാണ്, ഒരു വീട് കൂടലുണ്ട്. എങ്ങനെ വീട് കൂടൽ? സജീവ പ്രവർത്തകൻ. അയാൾ 2 ദിവസം കാണാതിരുന്നപ്പോൾ അയാളെ വീട്ടിലേക്ക് കാണാൻ ചെന്നതാണ്. അപ്പോൾ ഒരു ചെറ്റ കുടിൽ അതിലാണ് ഇയാൾ ജീവിക്കുന്നത്. കിട്ടിയ സമ്പാദ്യം കൊണ്ട് ഒരു കുട്ടീനെ സ്കൂൾ ഓഫ് ഖുറാനിലും പഠിപ്പിക്കുന്നുണ്ട്, ഒരു കുട്ടീനെ ആലത്തൂരിലും പഠിപ്പിക്കുന്നുണ്ട്. ചെറ്റ കുടിൽ കേട്ടോ. അപ്പോൾ ഇത് കണ്ടുവന്ന കമ്മിറ്റിക്കാർ കൂടിയിട്ട് നമ്മളെ ഏറ്റെടുക്കാം, മണ്ഡല കമ്മിറ്റി ഏറ്റെടുക്കല്ലേ എന്ന് ചോദിച്ചു. ആന്ന് പറഞ്ഞു. വീടായി, വീട്ടിൽ നിന്ന് മാറുക. അപ്പോൾ അദ്ദേഹം പറയും, ഞാൻ പെണ്ണുങ്ങളെ ഗ്രൂപ്പിൽ ഇടാൻ വേണ്ടിയിട്ട് വൈഫിനൊരു വോയിസ് കൊടുത്തു. ഒരു വീട്ടിലേക്ക് വേണ്ട സാധനം ഫുള്ള് നിങ്ങൾ പെണ്ണുങ്ങൾ ലിസ്റ്റ് ചെയ്യുക, എന്നിട്ട് ആരൊക്കെ എന്തൊക്കെ വാങ്ങിക്കൊടുക്കുമെന്ന് അവിടെ ഇടുക. അത് നിങ്ങൾ നോക്കുക. എന്ത് രസമുണ്ട്. അപ്പോൾ ഒരാൾക്ക് ചിലപ്പോൾ ഒരു സ്പൂണേ വാങ്ങിക്കൊടുക്കാൻ പറ്റുള്ളൂ, പക്ഷേ ഫ്രിഡ്ജ് വാങ്ങിയ ആളെക്കാളും കൂലിട്ടു. നിയ്യത്ത്, പ്രശ്നം എൻ്റെ കയ്യിലൊരു സ്പൂണിൻ്റെ പൈസയുള്ളൂ, എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കൊടുക്കുമായിരുന്നു എന്നുള്ള നിയ്യത്തുണ്ടെങ്കിൽ, ലൗ അന്നലി മാലൻ ലഅമിൽതു ബിഅമലി ഫുലാനിൻ, എൻ്റെ കയ്യിൽ പണമുണ്ടായിരുന്നെങ്കിൽ ഇന്നാലിന്ന വ്യക്തി ചെയ്തത് ഞാൻ ചെയ്യുമായിരുന്നു. ഫഹുവ ബിനിയ്യതിഹി, ആ നിയ്യത്ത് അവനുണ്ട്. അപ്പോൾ ഫഅജ്റുഹുമാ സവാ, അപ്പോൾ രണ്ടാളെയും കൂലി തുല്യായിരിക്കും. ഒരാൾ 10 കോടി ചിലവാക്കിയിട്ട് ഒരു പള്ളി ഉണ്ടാക്കി, ആ പള്ളിയിൽ ഇങ്ങനെ കയറിയിട്ട് 2 റക്അത്ത് നിസ്കരിച്ച് അവിടെ ഇങ്ങനെ ഇരുന്നപ്പോൾ ഈ സാധു വിചാരിക്കുകയാണ്, പടച്ചോനെ, എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു പൈസ ഉണ്ടെങ്കിൽ ഞാനിത് ചെയ്യായിരുന്നല്ലോ എന്ന് ഉള്ളിൽ തട്ടി ഒരാൾ ചിന്തിച്ച 10 കോടിൻ്റെ പള്ളി ഉണ്ടാക്കിയ കൂലി കിട്ടുന്ന, അതാ നിയ്യത്ത്.
നമ്മളെ നീയത്തിന്റെ പ്രശ്നം എന്താ അറിയോ? ഇമാമണ് ചൊല്ലിത്തരും നവൈതു സൗമഗദിൻ അൻ അദാഇ ഫർദ് റമദാന ഹാദിഹി സന, കഴിഞ്ഞു ഒരൊച്ച. ഇതിന്റെ അർത്ഥം എന്താന്ന് വരെ കൗമിന് അറിയില്ല. ഇത് ചൊല്ലാത്തോനോ ഇതുമില്ല. ഞാൻ 5 നീയത്തിന്റെ 5 പോയിന്റ് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. നമ്മളെ ഉള്ളിലുണ്ടാകേണ്ട നീയത്ത് അതാണ്, രാവിലും പകലിലുമൊക്കെ. അപ്പം എന്താ അറിയോ? അപ്പം നമുക്ക് വേണ്ടാത്തടത്തേക്ക് നോക്കാൻ തോന്നൂല, വേണ്ടാത്തത് വായിന്ന് വരൂല. നമ്മൾ 30 ദിവസത്തെ ഒരു സ്ട്രോങ് പരിശീലനത്തിലായിരിക്കും. ഒരു സ്ട്രോങ് പരിശീലനത്തിൽ നമ്മളെ വെയിറ്റ് കുറഞ്ഞിട്ടുണ്ടാവും, നമ്മളെ ഈമാൻ കൂടിയിട്ടുണ്ടാവും, നമുക്കൊരു ദിനചര്യ വന്നിട്ടുണ്ടാവും. അങ്ങനെ ഉണ്ട്. സാധാരണ ഈ വ്യത്യസ്തമായ അഡിക്ഷനുകളൊക്കെ ഉള്ള ആളുകൾക്ക് നമ്മളെന്താ പറഞ്ഞു കൊടുക്കുക? നിങ്ങളൊരു 22 ദിവസം അല്ലെങ്കിൽ ഒരു 44 ദിവസം നിങ്ങളെന്ത് ചെയ്യും? ഇതൊക്കെ ഒന്ന് വിട്ട് മാറിയിട്ട് നിൽക്കുന്നറിയും. അതിന് ശരിയാവും. കാരണം നമ്മളെ തലച്ചോറിൻ്റെയും നമ്മുടെ ശരീരത്തിൻ്റെയും നമ്മുടെ ഹോർമോൺ സ്ട്രക്ചറിൻ്റെയും ഒക്കെ ഒരു ക്രമീകരണം നടക്കുന്ന ഒരു ടൈമിംഗ് ആണത്. നിങ്ങളുടെ അടുത്ത് എന്ത് ദുസ്വഭാവം ഉണ്ടെങ്കിലും തുടർച്ചയായ ഈ ദിവസങ്ങൾ ഇത് മാനേജ് ചെയ്യപ്പെട്ട, പിന്നെ അതിൻ്റെ സാഹചര്യം വന്നിട്ടില്ലെങ്കിൽ, അതിൻ്റെ ട്രിഗേഴ്സ് വന്നിട്ടില്ലെങ്കിൽ അത് പിന്നെ ഉണ്ടാവില്ല എന്നാണ്. കുറച്ച് ആൾക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലായിരുന്നു. റിപ്പീറ്റ് ചെയ്യാം. ഒരാൾ ഭാര്യയൊക്കെ ഉണ്ട്, മാസ്റ്റർ ബാറ്ററാണ്. ഭാര്യയൊക്കെ ഉണ്ടെങ്കിലും അയാൾ സ്വയംഭോഗം ചെയ്യുന്ന ആളാണെന്ന് വിചാരിച്ചോളൂ. എത്രയോ ആളുകളുണ്ട് അങ്ങനെ, കണ്ടമാൻ ആൾക്കാരുണ്ട്. ഇന്നത്തെ സമൂഹത്തിൽ വർദ്ധിച്ചു വരികയാണ്. അപ്പം അയാൾക്കത് അവസാനിപ്പിക്കണം എന്നുണ്ട്. അയാൾ എന്ത് ചെയ്യണ്ടു? അയാൾ റമദാൻ മാസം മുഴുവൻ അതിൽ നിന്ന് പരിരക്ഷ എടുക്കണം. 2, അയാൾ അതിലേക്ക് എത്തുന്ന ഒരു ട്രിഗർ ഉണ്ടാകും, ഒരു പ്രചോദനം ഉണ്ടാകും, ഒരു പ്രേരകമുണ്ടാകും. അത് കണ്ടെത്തിയിട്ട് കട്ട് ചെയ്യണം. 3, അയാളുടെ സെക്സിനെ അയാൾ റീപ്ലേസ് ചെയ്യണം സ്വന്തം ഭാര്യയിൽ. പിന്നെ വരൂല, ഉറപ്പ്, ഒരിക്കലും വരൂല. അപ്പം ശരിക്ക് നമ്മൾ വലിയ പ്ലാനിങ്ങോടെയാണ് റമദാനിനെ കാണേണ്ടത്. ഖുർആൻ പാരായണം, സ്വതക്ക നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറയാം, ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെക്കണം. ജാമ്യക്ക് ഇത്ര, നമ്മളെ പള്ളിക്ക് ഇത്ര, പീസ് റേഡിയോക്ക് ഇത്ര, ദവാ ഫണ്ടിന് ഇത്ര, രോഗികൾക്ക് ഇത്ര, കുടുംബത്തിലെ ആളുകൾക്ക് ഇത്ര കുറച്ചൊരു പൈസ അടുത്ത മാസത്തു നിന്ന് ഇങ്ങോട്ട് എടുത്തിട്ട് ഈ സാധനം ചെയ്യണം. സക്കാത്ത് നമ്മൾ വൃത്തിക്ക് ആലോചിക്കണം, കണക്കൂട്ടണം, അല്ലേ? ഇപ്പം സ്വർണത്തിൻ്റെയൊക്കെ സക്കാത്ത് കൊടുക്കണേ നല്ല പണിയാണ്. കുറേ സ്ത്രീകൾക്ക് ഈ റമദാൻ മാസം കഴിയുമ്പോൾ നോമ്പന്നെ വലിയ പ്രശ്നമാകാൻ പോവുക. എന്താ കാരണം? 1.5 ലക്ഷം വലിയ എമൗണ്ടാ, അല്ലേ? ഈ സ്വർണത്തിൻ്റെതാണ് കണക്കൂട്ടിയിട്ടാണ് എടുത്തു കൊടുക്കണമെങ്കിലേ നല്ല ബുദ്ധിമുട്ടാണ്. എന്നിട്ട് ഈ കൊണ്ടെടുക്കണതൊക്കെ എന്താ അവസാനം ആകുക? കൊണ്ടെടുക്കണതൊക്കെ അവസാനം മക്കളുടെ ഓരിയേക്കും. ഇത് നമ്മളെ ഖബറിലേക്കും പരലോകത്തേക്കും ദുന്യാവിനും ഏത് പുണ്യത്തിനും ദുന്യാവിൻ്റെതായൊരു തലമുണ്ട്. ദുന്യാവിൽ അതിന് കിട്ടുന്ന കുറച്ച് ഗുണങ്ങളുണ്ട്. ഏത് പുണ്യത്തിനും നമ്മൾ ചെയ്യുന്ന ഏത് അമൽ സ്വാലിഹാത്തിനും പരലോകത്ത് മാത്രമല്ല ഉള്ളത്, ദുന്യാവിലും അതിൻ്റെതായ ചില ഗുണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ നമുക്ക് കാര്യങ്ങൾ എടുക്കാൻ കഴിയുക എന്നുള്ളത് ഇതിൽ വളരെ പ്രധാനമാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, നല്ല കൃത്യമായ പ്ലാനിങ്ങോടുകൂടെ നമ്മളിതിനെ അഭിമുഖീകരിക്കുക എന്നാണ് ഞാൻ പറയുന്നത്. മറ്റൊന്ന് ഈ രംഗത്തുള്ളത് കൃത്യമായ ആക്ഷൻ പ്ലാനും ഉണ്ടാക്കുന്നൊരു വ്യക്തി. ഞാനിപ്പോൾ എൻ്റെ ഒരു യാത്രയിൽ പരിചയപ്പെട്ടൊരു വ്യക്തിനെ കുറിച്ച് എപ്പോഴും പറയാറുണ്ട് കേട്ടോ. മൂപ്പര് റമദാൻ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഞാൻ മൂപ്പരെ കാണുന്നത്. എനിക്കൊരിക്കലും അറിയാത്ത ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തോട് ഇങ്ങനെ പരിചയപ്പെട്ടു വന്ന് ഭയങ്കര സന്തോഷമൊക്കെ പറഞ്ഞു. നമ്മൾ പരസ്പരം കണ്ടു, കുറേ മണിക്കൂർ ഒന്നിച്ചിരുന്നു. അതിലൊക്കെ ഭയങ്കര സന്തോഷമൊക്കെയായി, കുറേ വിഷയങ്ങളൊക്കെ ഞങ്ങൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളിപ്പോൾ നാട്ടിലെങ്ങനെ എല്ലാ മാസവും വരുമോ, എല്ലാ ആഴ്ചയും വരുമോ? ഇപ്പോൾ പറഞ്ഞു, ഞാനിപ്പോൾ 1 മാസവും 10 ദിവസമായിട്ട് നാട്ടിലുണ്ട്. കേരളത്തിൻ്റെ പുറത്തുള്ളൊരു സ്ഥലത്താണ് ജോലി. എന്താ 1 മാസം 10 ദിവസം? അത് 1 മാസം നോമ്പ്, പിന്നെ 6 നോമ്പ്, പിന്നെ ഒരു 4 ദിവസം. അപ്പം നിങ്ങൾ ജോലിക്ക് പോകില്ല. അപ്പം നിങ്ങളെ ജോലി എന്താ? മൂപ്പര് ഫുട്പാത്തിൽ പ്ലാസ്റ്റിക് പാത്രം വിൽക്കുന്ന ആളാണ്. അപ്പം ഞാൻ ചോദിച്ചു, ഈ 1 മാസങ്ങളെങ്ങനെ മുന്നോട്ട് പോകാൻ? നോമ്പാകുമ്പോൾ ഭയങ്കര കോസ്റ്റ്ലി അല്ലേ? ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും പൊതുവേ. അപ്പോൾ ഒരു അറിമലവി ഇവരിങ്ങനെ ഭയങ്കര മടിക്കണതൊക്കെ പറയാനേ. ഞാൻ അങ്ങനെ എല്ലാം പ്രഷർ ചെയ്തു മൂപ്പരെ. അപ്പോൾ പറയാം, ഞാനില്ലേ പിന്നെ റമദാൻ്റെ ഒരു 3-4 മാസം മുമ്പ് മുതൽക്ക് ഒരു പൈസ ഇങ്ങനെ എടുത്തു വെക്കും. സാധാരണ വൈകുന്നേരങ്ങളിലാണ് ഫുട്പാത്തിൽ രാത്രി കുറച്ച് വൈകിട്ട് വരെയാണ് കച്ചവടം നടത്തുക. അപ്പോഴാണ് മാർക്കറ്റ് സജീവമാകുക. ഞാൻ ഈ 3-4 മാസം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് സജീവമല്ലാത്ത സമയത്ത് ഓരോ ഏരിയയിലേക്ക് പാത്രം ഏറ്റിപ്പോയിട്ട് ഈ വീടുകളിലേക്ക് ചെല്ലും.
അപ്പോൾ ഒരു മനുഷ്യൻ പാത്രം ഇങ്ങനെ വലിയ പ്ലാസ്റ്റിക് പാത്രം ഏറ്റിയിട്ട് പാത്രം വേണോ പാത്രം എന്നിങ്ങനെ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞ് നടക്കണതൊന്നും മനസ്സിൽ കണ്ടോക്ക്. അയാളുടെ ഉള്ളിൽ എന്താ അറിയോ, ഞാൻ നാട്ടിലില്ലെങ്കിൽ 5 കിലോമീറ്റർ അപ്പുറമാണ് ഞങ്ങൾക്ക് സലഫി പള്ളി ഉള്ളത്. തൗഹീദ് ഇപ്പോൾ കിട്ടിയതാ. ഭാര്യക്കും മക്കൾക്കും ഒന്നും പകൽ പട്ടിണി അല്ലാതെ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ മക്കൾക്കും ഭാര്യക്കും ഭയങ്കര നിർബന്ധമാണ്, കുറച്ച് കഷ്ടപ്പെട്ടാലും നിങ്ങളോട് ഉണ്ടാവണം. അവസാനത്തെ 10 കഴിഞ്ഞ 3 കൊല്ലമായിട്ട് ഫുൾ എത്തിക്കാഫാണ് മൗലവി. പണ്ടത്തെ പോലെയല്ല, ഇപ്പം എത്തിക്കാഫിരിക്കുന്ന പള്ളിയിൽ ഫുഡൊക്കെ ഉള്ളതുകൊണ്ടേ ഭയങ്കര സൗകര്യമാണ്. ഫുഡ് വേണോ വേണ്ടേ എന്ന് പള്ളിയിൽ എവിടെയെങ്കിലും ചർച്ച വന്നവരുണ്ടെങ്കിൽ ഇതണ്ട ആലോചിച്ചളി. എനിക്ക് ആ മനുഷ്യനോട് അസൂയ തോന്നി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് അല്ലേ. അപ്പോൾ ശരിക്കും ഉദ്യോഗസ്ഥരൊക്കെ അവരുടെ ലീവൊക്കെ വെച്ച് ഇങ്ങനെ നോക്കണം. അപ്പോൾ മൊത്തം റമളാനിനുള്ളൊരു പ്ലാന്, വെള്ളിയാഴ്ചക്ക് സ്പെഷ്യൽ പ്ലാന്. വെള്ളിയാഴ്ച ഒട്ടകത്തെ അറുത്ത് വിതരണം ചെയ്തതിൻ്റെ കൂലി ആയുസ്സിൽ ഒരു വട്ടം കിട്ടാത്ത കോടിക്കണക്കിന് മുസ്ലിങ്ങളുണ്ട്. അവസാനം വണ്ടി നീങ്ങിൻ്റെ ശേഷം പാഞ്ഞു കയറണ മാതിരി പള്ളിയിൽ ഓടിക്കയറുന്ന ആൾക്കാരാണ് പള്ളികളിലെ 30%, ചിലയിടത്ത് 70%. ഖത്തീബ് കുറച്ച് സ്ട്രോങ് ആണ്, കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടൊക്കെ പറയണമെങ്കിൽ ഒപ്പരെ കാണാതെ പുറത്ത് കൂടെ വന്ന് പതുക്കിയിരിക്കും അല്ലേ. അപ്പോൾ വെള്ളിയാഴ്ചക്ക് സ്പെഷ്യൽ പ്ലാൻ വേണം, അവസാനത്തെ 10 എക്സ്ട്രാ പ്ലാൻ വേണം, അതിൽ ഒറ്റയിട്ട രാവിന് അതിലേറെ വലിയ പ്ലാൻ വേണം, സ്വതക്കക്ക് കൃത്യമായ പ്ലാൻ വേണം, ഫോണിൻ്റെ കാര്യത്തിൽ ഒരു 1.5 പ്ലാൻ വേണം, അല്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല. നോമ്പൊക്കെ അവിടെ നോക്കും, അവിടെ ഇങ്ങനെ നോക്കും, ഒരു പെണ്ണിൻ്റെ ബ്രസ്റ്റ് കണ്ടു, കാല് കണ്ടു, ഒരാണിനെ കണ്ടു, പോയി സാധനം പോയി. കാരണം എന്താ, സ്വന്തം ഭാര്യയെ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന സ്വന്തം പെണ്ണിനെ വികാരപൂർവം നോക്കാനോ സ്പർശിക്കാനോ ഒന്നും ഒരു വ്യക്തിക്ക് പറ്റാത്ത പകൽ അള്ളാൻ്റെ തൃപ്തിക്ക് വേണ്ടിയാണ് അത് ചെയ്യുന്നത്. രണ്ടാളും ഒന്നിച്ച് കിടക്കണില്ല, നല്ല പ്രണയമുള്ള ആത്മബന്ധമുള്ള ഭയങ്കര. നബി രണ്ടാളോട് 2 മറുപടി പറഞ്ഞത്. നബി ഭാര്യനെ ചുംബിക്കാൻ പറ്റും, ചുംബിക്കാൻ പറ്റില്ലായിരുന്നു. വേറൊരാളോട് ചുംബിച്ചോന്ന് പറഞ്ഞു. എന്താ അങ്ങനെയാണ്. അപ്പോൾ നല്ല ഭയങ്കര ആത്മബന്ധമുള്ള ആളാണെങ്കിൽ പകൽ പോലും ഒന്നിച്ചെടുക്കാൻ പറ്റൂല. പകൽ ഒന്നിച്ചെടുക്കുമ്പോൾ അവരുടെ ശരീരത്തിൻ്റെ എങ്ങനെയാണ് മനസ്സിലാക്കാൻ വേണ്ടി പറയണേന് ചൂടും ഒരു 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 അവരുടെ നിശ്വാസങ്ങൾക്കൊക്കെ അത് നോമ്പിൻ്റെ ആ ഒരു പൂർണ്ണതനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെ സൂക്ഷിക്കുന്ന ഒരാൾ എങ്ങനെ ഒരു അന്യപെണ്ണിൻ്റെ ഭാഗം കാണുക? എങ്ങനെ കാണുക? കണങ്കാല് കണ്ടു. ഇമാം വക്കീ റഹിമഹുല്ല ഒരു പെണ്ണിൻ്റെ കണങ്കാല് കണ്ടിട്ട് രാത്രി മുഴുവൻ ഇസ്തിഗ്ഫാറിൽ കഴിഞ്ഞു എന്നാണ്. മനസ്സിലായില്ലേ? വല്ലാത്ത ദുന്യാവിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു വലിയ പണ്ഡിതൻ അദ്ദേഹത്തിൻ്റെ ഉസ്താദിൻ്റെ അടുത്തേക്ക് ചെല്ലുക. അപ്പോൾ വീട്ടിലെ വേലക്കാരി വന്ന് വാതിൽ തുറന്നു. എന്നിട്ട് വേലക്കാരി ഉറക്കെ വിളിച്ചു പറയാണ് അപ്പുറത്തെ റൂമുക്ക്, ഇവിടെ സ്ഥിരം വരുന്ന നിങ്ങളെ കൂട്ടുകാരൻ ആ കണ്ണ് കാണാത്ത മനുഷ്യൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ടാളും ചിരിച്ചു. ഉള്ളിൽ നിന്ന് കേൾക്കുന്ന ആളും ചിരിച്ചു, പുറത്തുനിന്ന് ആൾ കേൾക്കുന്ന ആളും ചിരിച്ചു. എന്താ കാര്യം? ഇയാളെന്നും വന്ന് ഇങ്ങനെ നിൽക്കുക കണ്ണിമ്പീറ്റ്. മൂപ്പരിവിടെ അല്ലേ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഈ കണ്ണ് കാണാത്ത ആളാണ് ഇയാളെന്നാണ് വിചാരിച്ചത്. ഈ വേലക്കാരി വാതിൽ തുറക്കണോണ്ട് ആണ് കണ്ണിമ്പണത്. അപ്പോൾ കണ്ണ് തുറന്നിട്ട് ഈ മനുഷ്യനെ ഈ വേലക്കാരി കണ്ടിട്ടല്ല അല്ലേ. ജാബിർ മാഷിക്കുള്ള സൗകര്യത്തിലേറെങ്ങൾ ഈ റമളാൻ മാസത്തിൽ അള്ളാഹു അദ്ദേഹത്തിന് നൽകിയ പരീക്ഷണത്തിന് സ്വർഗം കൊടുക്കുമാറാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ഞാൻ പറയണത്, ഫോണും ഒരു വലിയ പ്ലാന് വേണം. ഫോണ് ശുദ്ധീകരിക്കണം. ഫോണുമ്മ ഈ തട്ടലും ഇതൊക്കെ ആവശ്യമുണ്ട്. എന്താ, നിങ്ങൾക്ക് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമൊക്കെ ഒരു മാസം 100% ലോക്കാക്കിയിട്ടാൽ പ്രശ്നമുള്ളവരുണ്ടാവും. ഇവിടുത്തെ സാമൂഹിക വിഷയങ്ങളും സംഗതികളൊക്കെ നിരീക്ഷിച്ച് പോകേണ്ട ചില ചുറ്റുപാടിലുള്ള ആൾക്കാരുണ്ടാകും. ഇപ്പോൾ വന്ദേ മാതരം എന്നുള്ള പാട്ട് സംബന്ധിച്ചൊരു ചർച്ച നടക്കുന്നുണ്ട്. അത് ചില ആളുകൾക്ക് ആ ചർച്ചയ്ക്ക് അറിയൽ ഫർളായിരിക്കും. എന്നോട് പ്രതികരിക്കേണ്ടി വരും, കമൻറ്റ് ചെയ്യേണ്ടി വരും, ഒക്കെ വേണ്ടി വരും. ഇപ്പോൾ ഭയങ്കര സുഖമാണ്. ഇപ്പോൾ നമ്മളൊക്കെ വാർത്തയൊന്നും ഇപ്പോൾ ഫുള്ള് കേൾക്കല്ല. വാർത്തയൊക്കെ ഇപ്പോൾ അങ്ങോട്ട് എന്ത് ചെയ്ത് തരുന്നറിയോ, നമുക്ക് ടെക്സ്റ്റ് ആക്കിയിട്ട് തരും. പുതിയ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഭയങ്കര സംഭവമല്ലേ.
നമുക്ക് വേണ്ടത് ഇങ്ങനെ വരികയാണ്, നമ്മളിങ്ങനെ ആഗ്രഹിക്കണം ഇങ്ങനെ വരും. നേരെ ഇട്ടുകൊടുത്താൽ ലിങ്കാണ്ട് ഇട്ടുകൊടുത്തിട്ട് ഒറ്റ കുത്തു കൊടുത്താൽ വരും. ഫുള്ളിരുന്നിട്ട് വെറുതെ ഫുള്ള് കേൾക്കണ്ട. നമുക്ക് അതിനെ മൊത്തം 50 മണിക്കൂറിന് 5 മിനിറ്റിൻ്റെ ഓഡിയോ ആക്കി തരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ തരും. രണ്ടാളെ തമ്മിലുള്ള കോൺവെർസേഷൻ ആണെങ്കിൽ കോൺവെർസേഷൻ മോഡിൽ തരും. ഭയങ്കര സെറ്റപ്പുകളാണ് വന്നത്. ഒക്കെ ദീന് പഠിക്കാനുള്ള സൗകര്യങ്ങളാണ്. ഞാനിപ്പോൾ ഇവിടെ നടത്തുന്ന സംസാരത്തിൻ്റെ സ്ലൈഡ് അവിടെ ഇരുന്ന് ഉണ്ടാക്കി നടത്തേ, അവിടെ ഇരുന്നിട്ട് വെറുതെ ഞാനിപ്പം ആ ആപ്പ് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്തു, ഞാൻ ഒരു പണ്ഡിതൻ്റെ ഒരു ടോക്ക് എടുത്തിട്ട് ഇട്ടെടുത്തു. അപ്പോൾ സ്ലൈഡ് നല്ല അടിപൊളി സ്ലൈഡ് എന്ത് ചെയ്തു, അടിപൊളി സ്ലൈഡ് ഇങ്ങോട്ട് വന്നു കേട്ടോ. നല്ല മനോഹരമായ സ്ലൈഡ് എൻ്റെ മുന്നിൽ ഇങ്ങോട്ട് തെളിഞ്ഞു. ഇതാ സ്ലൈഡ് കണ്ട നിങ്ങൾ, ഇതാ ഞാൻ അവിടെ വന്നിട്ടുണ്ടാക്കിയ സ്ലൈഡാണ്. അത്ര അഡ്വാൻസ്ഡായ സാധനങ്ങളുണ്ട്. ഞാൻ അതെന്തിനാ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ ഫോൺ ഉപയോഗത്തെ നമുക്കിതൊക്കെ കാണേണ്ടി നോക്കേണ്ടിയൊക്കെ ആളുകൾക്ക് പോലും അത് നോക്കാനും കാണാനൊക്കെ ഉള്ള ഇതിമെന്ന് സമയം കഴിച്ചിലാകണം. അപ്പം ഇന്നലെ ഞങ്ങളെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവിൽ ഈ ഫോൺ എങ്ങനെ നമ്മൾ മാനേജ് ചെയ്യണം എന്നുള്ളൊരു ചെറിയ ഡിസ്കഷൻ കൊണ്ടുവന്നപ്പോൾ നമ്മുടെ സുഹൃത്ത് പറഞ്ഞു, ഞാൻ 433 ഉറുപ്പ്യ എടുത്തിട്ടൊരു ആപ്പ് എടുത്തിട്ടുണ്ട്. ആ ആപ്പ് തുറന്ന് കാണിച്ചെന്ന് ഇപ്പോൾ ഇൻസ്റ്റഗ്രാം തുറന്നപ്പോൾ ചോദിച്ചു, നിങ്ങൾ എന്തിനാ ഇപ്പോൾ ഇൻസ്റ്റഗ്രാം തുറക്കണു? ആപ്പ് ചോദിക്കണേ, ഇപ്പം നിങ്ങൾ തുറക്കാൻ പറ്റിയ സമയമല്ല. അപ്പോൾ പറഞ്ഞു തുറക്കണം. നിങ്ങൾ എന്തിനാ തുറക്കണു? കുറേ ഉണ്ട്. ഈ ചോദ്യമൊക്കെ കൂടെ കാണുമ്പോൾ തന്നെ അത് ഇട്ടെറിഞ്ഞു പോകും. ആജാതി ചടപ്പിക്കണ ചോദ്യം. അപ്പോൾ ഇവർ പറയാം, ഈ സാധനം വന്നതോടുകൂടെ ഞാൻ 2.5 ദിവസം, ഈ ആഴ്ചയിൽ 2.5 ദിവസം കഴിഞ്ഞ ആഴ്ചനേക്കാളും ഞാൻ ലാഭിച്ചു. സോഷ്യൽ മീഡിയയിൽ നിന്ന് കഴിച്ചിലായി എന്നാണ്. ചില ആപ്പുകളൊക്കെ ഉണ്ട്, ആ ആപ്പുകൾ നമ്മളാണ് ഇൻസ്റ്റാൾ ചെയ്താൽ പിന്നെ നമുക്ക് തുറക്കാൻ കഴിയൂല. ഇത് അങ്ങനത്തെ ഒരു സാധനമായി മാറിയിട്ടുണ്ട്. ഒരുപാട് ദുരന്തങ്ങൾ. അപ്പോൾ ഫോണ് ഒന്ന് വൃത്തിയാക്കണം അല്ലേ. ഈ ഫോണിൽ നമുക്ക് ഭയങ്കരമായിട്ട് സെലഫിയത്തിൻ്റെ ഭയങ്കര സംഭവമൊക്കെ പറയുന്നൊരു സുഹൃത്ത്, എന്താണ് അബ്ദുൽ ജബ്ബാർ മദീനിൻ്റെ അടുത്തൊന്നും ഇൽമ സ്വീകരിക്കാനൊന്നും പറ്റില്ല എന്നൊക്കെ പറയുന്ന ടൈപ്പ് ഒരു സുഹൃത്ത് ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് എനിക്കൊരു നസീഹത്ത് തന്നു. നസീഹത്ത് ആര് തന്നാലും നമ്മൾ സ്വീകരിക്കും കേട്ടോ, നിങ്ങൾക്കൊക്കെ ഫ്രീ ആയിട്ട് തരാം. ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. നമ്മളൊരിക്കലും ശ്രദ്ധിക്കാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാവും. മൂപ്പര് എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങളെ വീഡിയോകളിലൊക്കെ ഭയങ്കര വൾഗറായിട്ടുള്ള ആഡുകളാണ് വരുന്നത്, അപ്പോൾ നിങ്ങളതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ മൂപ്പര് പറഞ്ഞൊക്കെ ശാന്തമായി കേട്ടിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ എൻ്റെ അതേ ടോക്ക് നിങ്ങളെ അമ്മാൻ്റെ ഫോണിലൊന്ന് തുറക്കുക, നിങ്ങളെ ഭാര്യൻ്റെ ഫോണിൽ തുറക്കുക, നിങ്ങളെ സുഹൃത്തിൻ്റെ ഫോണിൽ തുറക്കുക, ഒക്കെ വേറെ വേറെ ആഡായിരിക്കും വരിക. എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണോ കാണുന്നത് ആ കാണുന്നതിനനുസരിച്ച് സജഷനാണ് നമുക്ക് വരിക. അപ്പം നിങ്ങളെ ഭാര്യൻ്റെ ഫോണിൽ ഒരിക്കലും നിങ്ങൾ കണ്ട വൾഗർ വീഡിയോ കാണാൻ സാധ്യതയല്ല അറിഞ്ഞാൽ. മൂപ്പര് സമ്മതിച്ചൊന്നുമില്ല. പിന്നെ മൂപ്പര് എനിക്ക് മെസ്സേജ് അയച്ചു. ഞാൻ ChatGPT ചോദിച്ചപ്പോൾ അങ്ങനെ തന്നെയാണെന്ന് മനസ്സിലായി കേട്ടോ. ഞാൻ മൂപ്പർക്ക് എൻ്റെ ഒരു ടോക്കുണ്ട്, ഈ അശ്ലീല വീഡിയോ കാണുന്നതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള 10 വഴികൾ എന്ന് പറഞ്ഞ വീഡിയോ അയച്ചെടുത്തു. മനസ്സിലായില്ലേ? മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് വരുന്ന നമ്മളെ കാഴ്ചക്കനുസരിച്ച് ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് ഫോണ് വൃത്തിക്ക് എന്ത് ചെയ്യണം, മാനേജ് ചെയ്യപ്പെടണം. ഇന്നിപ്പോൾ നമ്മളെ ദായി മീറ്റിൽ എടുത്തൊരു തീരുമാനം എന്താ അറിയോ? പേഴ്സണലി ഞാൻ എടുത്ത തീരുമാനമാണ് ഞാൻ പറയുന്നത്. പള്ളിക്ക് ഫോൺ കൊണ്ടുകൊണ്ടാൻ തീരുമാനിച്ചു. ദായിമാരോടുള്ള കുറേ ഉപദേശങ്ങൾ പറഞ്ഞപ്പോഴേ, കാരണം നമ്മൾ ഫോണുമ്പോൾ അങ്ങനെ തൊടുന്നുണ്ട്, ശരി തന്നെയാണത്. ഏറ്റവും കൂടുതൽ തൊടുന്നത് പെണ്ണുങ്ങളെയും കുട്ടികളൊന്നുമല്ല, ഫോണാണ്. സ്ക്രീനിൽ കിട്ടും. നിങ്ങൾക്ക് നിങ്ങളുടെ അഡിക്ഷൻ ലെവൽ മനസ്സിലാക്കണമെങ്കിൽ, നിങ്ങൾ എത്ര അഡിക്റ്റാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നല്ലൊരു ഐഡിയ ഉണ്ട്. പറയട്ടെ? എന്താ വേണമെന്നറിയാത്ത? പറയട്ടെ? 4 ആൾ എപ്പോഴും സമ്മതിച്ചിട്ടില്ല. പറഞ്ഞാൽ എന്ത് നിങ്ങൾ ചെയ്യണം. ഒറ്റയ്ക്ക് ചെയ്താൽ മതി, ആരും കാണാത്തോടത്തൊന്ന് ചെയ്താൽ മതി, ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിട്ട് ചെയ്താൽ മതി. അപ്പോൾ മനസ്സിലാവും. നേരെ നമ്മൾ ജമീൽ തുറക്കുക. ജമീലിലെ ഏറ്റവും ലാസ്റ്റ് ബട്ടൻ്റെ അപ്പുറത്ത് ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞൊരു ബട്ടനുണ്ട്. ജമീൽ തുറക്കുക. ഓഡിയോ അല്ല വീഡിയോ അല്ല, തൊട്ട് ശേഷമുള്ള ഡോക്യുമെൻ്റ് ബട്ടൺ തുറക്കുക. അതിൽ സൊല്യൂഷൻ ഉണ്ട്, നമ്മൾ എക്സിബിഷൻ അല്ലേ, സൊല്യൂഷൻ ഉണ്ട്, അത് തുറക്കുക. അതിൻ്റെ ഉള്ളിൽ 2 ഉണ്ടാവും. അതിൽ തോന്നാണ് ഡീടോക്സ് തുറന്നിട്ട് അതിൽ നിങ്ങൾ ഫുള്ള് കൊടുക്കുക. പേരൊക്കെ ചോദിച്ചിട്ടുണ്ട്. പേരും അല്ല കുഞ്ഞബ്ദുള്ള എന്നോ
അല്ലെങ്കിൽ അബ്ദുറഹ്മാൻകുട്ടി എന്നൊക്കെ കൊടുത്തളി കേട്ടോ, നമ്മളെ പേരല്ലാത്തൊരു പേര് കൊടുത്തളി. എന്നിട്ട് ഇങ്ങനെ താഴത്തേക്ക് വരുമ്പോൾ കുറേ ചോദ്യം ചോദിക്കുന്നുണ്ട്. ആ ചോദ്യത്തിന് സത്യസന്ധമായ ഉത്തരം പറയാം. ഇവിടെ മാത്രമല്ല, അവിടെയും കൂടി. ചില ആൾക്കാർ വിചാരിച്ചത് എന്താ അറിയോ, ശരി തന്നെയാണ്, മൂപ്പരിതൊക്കെ ഒന്ന് നോക്കന്നെ വേണം എന്നാണ് ചില സഹോദരിമാരുടെ ഒരു ഭാവത്തു നിന്ന് എനിക്ക് തോന്നിയത്. ശരി, ഒക്കെ ചോദിച്ചു കഴിയുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ അഡിക്ഷൻ്റെ ഏത് സ്റ്റേജിലാണെന്ന് പറഞ്ഞുതരും. അപ്പോൾ മനസ്സിലാവും നമുക്ക് ഈ റമദാൻ മാസം കൊണ്ടൊന്ന് നേരാകണം എന്ന് നമ്മൾ തീരുമാനിക്കണം. ഇതിപ്പോൾ ഒട്ടും ഉപയോഗിക്കാത്ത ആളുകളൊക്കെ ഉണ്ടാകും, ഉപയോഗിക്കാത്തവരോടല്ല ഞാൻ പറയണത്. അപ്പം അങ്ങനെ സമഗ്രമായൊരു പ്ലാന്. പള്ളിക്കൊക്കെ എങ്ങനെ പോവുക, നമ്മളെങ്ങനെയെങ്കിലും പോകും. നമ്മൾ പെണ്ണുങ്ങളോ, അതിപ്പോൾ എല്ലാ ദിവസവും 60 ഉറുപ്പിക എടുത്ത് ഓട്ടോറിക്ഷ എടുക്കാനൊന്നും കഴിയൂല. ചില ആൾക്കാർ അങ്ങനെ ഉണ്ടാകുക. 60 ഉറുപ്പികക്കൊക്കെ പോകും. അപ്പോൾ ഭയങ്കര വിലയിക്കാരം, അപ്പം അലാക്കിൻ്റെ വിലയിക്കാരം 60 ഉറുപ്പികക്ക് അല്ലേ. അപ്പോൾ ആ നിലക്ക് നമ്മളെങ്ങനെ നമുക്ക് അവസാനത്തെ 10 ലൈവായിട്ട് യൂസ് ചെയ്യാൻ പറ്റും, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായി പ്ലാൻ ചെയ്തു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം എന്നാണ് ഓർപ്പിക്കാനുള്ളത്. പിന്നെ ഇതിനൊന്നും സമയം ഉണ്ടാവില്ല, പ്രത്യേകം പറയണം. ജോലിയിൽ നമുക്ക് വരുത്തേണ്ട ക്രമീകരണം എന്താണ് കേട്ടോ. ഒരാൾ മൂപ്പർക്ക് മണലിൻ്റെ കച്ചവടമുണ്ട്, മണലില്ലേ കല്ലിൻ്റെ പരിപാടി ഉണ്ട്, ഒക്കെ ഉണ്ട്. ഇപ്പം മണൽ ലോറി പോലീസിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകണം, കല്ല് കൊണ്ടുപോകുന്ന ഒരാളുടെ ഒരു ജീവിതം എന്തായിരിക്കും നിങ്ങൾക്ക് ഏകദേശം അറിയാലോ. അപ്പോൾ ഖുത്തുബയൊക്കെ കഴിഞ്ഞ് അന്ന് ഖുത്തുബയിൽ പറഞ്ഞത്, നമ്മൾ ഖുത്തുബി പറഞ്ഞത് ഉദ്ഖുലുൽ ജന്നത അൻതും വഅസ്വാജുകും തുഹ്ബറൂൻ, നിങ്ങളും നിങ്ങളുടെ ഇണകളും സന്തോഷത്തോടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കൂ. അപ്പോൾ നമ്മളെ പെണ്ണുങ്ങളെ നിക്കാഹ് കഴിഞ്ഞതിൻ്റെ ശേഷം കൈ പിടിച്ച് വണ്ടിക്ക് കയറ്റി കൊണ്ടുവന്നതുപോലെ, നമ്മളെ ഭർത്താവിൻ്റെ കൂടെ വന്നതുപോലെ സ്വർഗത്തേക്ക് പോകണൊരു സീനുണ്ട്. അതിന് കൂടെ വരാൻ നമ്മളെ ഭർത്താവ് ഉണ്ടാകുമോ, നമ്മളെ ഭാര്യ ഉണ്ടാകുമോ, നമ്മളെ മൂത്ത മോൻ ഉണ്ടാകുമോ എന്നൊക്കെയാണ് ഖുത്തുബി ചോദിച്ചത്. അതിൻ്റെ ഇതിലാണ് ഭാര്യ എന്ത് ചെയ്യണത്, ചെല്ലണത്. ചെന്നിട്ട് ഭാര്യ മൂപ്പരോട് പറഞ്ഞ ഡയലോഗ് എന്താ അറിയോ, നിങ്ങളെ കല്ലും മണലൊക്കെ ആയിട്ട് പോകേണ്ടി വരും, കല്ലും മണലൊക്കെ ആയിട്ട് പോകേണ്ടി വരും. ഒരു റമദാൻ മാസത്തിൽ പോലും നിങ്ങൾക്ക് വല്ലതും ഉണ്ടോ? ഭാര്യ അങ്ങോട്ട് കരഞ്ഞങ്ങോട്ട് സങ്കടപ്പെട്ട് ദേഷ്യപ്പെട്ടിട്ട് സംസാരിച്ചു. അത് അയാളെ ഭയങ്കരമായി സ്വാധീനിച്ചു. ഇത് കാണണം എന്ന് പറഞ്ഞാൽ വന്നു മൊലവി വൈഫ് ഇങ്ങനെയൊക്കെ പറഞ്ഞു. ശരി തന്നെയാണ്, ഒന്നുമില്ല. ഞാനൊന്ന് ഖുറാൻ തുറന്നു നോക്കിയിട്ട്, നിങ്ങൾ ചോദിച്ചല്ലോ ഇപ്പോൾ നിങ്ങൾ ഖുറാൻ എടുത്തിട്ട് എത്ര കാലമായി എന്ന്. അപ്പം മനസ്സ് ഇളകിയതാണ്. ഇങ്ങനെ പോയാൽ നല്ല പ്രശ്നമായിരിക്കും. ഇപ്പോഴാണ് ഓർമ്മ വരുന്നത്, എൻ്റെ അക്കാക്ക പെട്ടെന്ന് മരിച്ച്, അറ്റാക്ക് ബാധിച്ച്. എൻ്റെ വാപ്പി പെട്ടെന്നാണ് മരിച്ച്. എനിക്ക് തോന്നുന്നത് ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുന്നതാണ്. ഞാൻ എന്താ വേണ്ടു, ഞാൻ പറഞ്ഞു നിങ്ങളെ ഈ 3 ഫോണില്ലേ, ആ 3 ഫോൺ നിങ്ങളെ പണിക്കാരെടുത്ത് കൊടുക്കുക. ഒന്നുകിൽ ഈ മാസം നമുക്ക് മണൽ വേണ്ടാന്ന് തീരുമാനിക്കുക. ഈ മാസം മണൽ വേണ്ടാന്ന് തീരുമാനിച്ചാൽ നമ്മളെ വീട് പോലെന്ന് വെച്ചാൽ എന്താ സംശയം. പണിക്കാർക്ക് എന്തു ചെയ്യുക, പണിക്കാരെയാണ് ഫ്രീ ആക്കുക. ഓൽക്ക് നിങ്ങൾ എന്തെങ്കിലും ജീവിക്കാനുള്ള കൊടുക്കി. മൂപ്പര് പറഞ്ഞാൽ അങ്ങനെ ആയിക്കോട്ടെ നല്ലത് കേട്ടോ, അല്ലെങ്കിൽ ഞാൻ ഈ ഏർപ്പാട് നിർത്തണം എന്നാലോചിച്ച് നടക്കുകയാണ്. ഇത് ഭയങ്കര വണ്ടി വിലയാണ്. ഞാൻ പറഞ്ഞു ഒരു സംശയമല്ല, നിങ്ങൾ ധൈര്യമായിട്ട് നിർത്തണം, നിങ്ങൾക്ക് പഠിച്ചോൻ വേറെ വഴി കാണിച്ചു തരും. അയാൾ അവസാനത്തെ 10 എത്തിക്കാഫിന് വന്നു പള്ളിയിൽ. ആ പള്ളിയിൽ അപ്പോൾ വേറെ 3-4 ആൾ വന്നു. രാത്രി 2 മണിക്ക് നിസ്കാരം തുടങ്ങി. ഭയങ്കര ലൈവായി പള്ളി. ഒരു ക്യാമ്പസിൻ്റെ മുറ്റത്തെ പള്ളിയാണ് കേട്ടോ, ഒരു ക്യാമ്പസിൻ്റെ മുറ്റത്തെ പള്ളിയാണ്. അപ്പം ഞാൻ പറയണത് എന്താ അറിയോ, നമ്മൾ ജീവിതത്തിൽ പൊളിച്ചടുക്കലാണ് വേണ്ടത്, ഒപ്പിച്ചു പോകലല്ല, പൊളിച്ചടുക്കലാണ് വേണ്ടത്. ഓരോ മില്ലി സെക്കൻഡും പ്ലാൻ ചെയ്യണം നമ്മൾ, ഓരോ മില്ലി സെക്കൻഡും. വെറുതെ ഒരു 2 മിനിറ്റ് കൊണ്ട് ആ പ്ലാനിങ് ഞാനൊന്ന് പറയാൻ നോക്കുകയാണെങ്കിൽ, ഒന്ന് അത്താഴത്തിനുള്ള എണീക്കൽ. അവിടെ കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താ, അത്താഴം ഏറ്റവും അവസാനത്തേക്കാണ് വരണ്ട് അല്ലേ, കഴിക്കൽ. അപ്പോൾ നമുക്ക് ഭാര്യൻ്റെ കൂടെ ഒന്ന് എണീറ്റ് കൊടുക്കാം, ഭാര്യൻ്റെ കൂടെ ഒന്ന് പോയിട്ടൊന്ന് സഹായിച്ചു കൊടുക്കാം. നമ്മളെ മൂത്ത മോളുണ്ടെങ്കിൽ അവളെയും കൂടി ആക്കാം. അപ്പോൾ അത്താഴത്തിന് എണീക്കണ ഭാര്യ ഗ്യാസ് സ്റ്റൗവിന് ഇത് കൊടുക്കണ സമയത്ത് ഓർക്കേണ്ടതാണ്, ഇതെനിക്ക് ഇബാദത്താണ്, പുണ്യാണ്, ബർക്കത്തിൻ്റെ ഫുഡാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ആ ഫുഡും ഒന്ന് പ്ലാൻ ചെയ്യുക. ആ ഫുഡ് ആകെ കൂടെ നമ്മൾ അന്നത്തെ ദിവസം കൊളാക്കണ ഫുഡ് ആകരുത്. പുതിയൊരു പരീക്ഷണത്തിനൊക്കെ ഷുഗർ പേഷ്യൻസും ഡയബറ്റിക് ഇഷ്യൂസൊക്കെ ഉണ്ടാവും. ഈ ഫുഡിൻ്റെ കാര്യം പറയുമ്പോഴത്തേന് ചിരി വരുന്ന കുറച്ച് ആൾക്കാരുണ്ട്.
ഇവിടെ ആരും ഞാൻ കണ്ടിട്ടൊന്നുമില്ല. ഓൽക്ക് അതിന് തമാശയാക്കും ആവശ്യമല്ലാതെ. എന്നിട്ട് കണ്ടതും കിട്ടിയത് മുഴുവൻ വാരി വലിച്ച് തിന്നു. ഫുഡ് തിന്നാനും ചായ കുടിക്കാനും കിലോമീറ്റർ പോണേ മാനസിക രോഗികളുണ്ട്. ഇത് മുറിച്ചിട്ട് ക്ലിപ്പിടി. എന്ത് ചായ കുടിക്കാനേ 25 കിലോമീറ്റർ യാത്ര ചായ കുടിക്കാൻ. വ്യത്യസ്തമായ ആയുസ്സിൽ എല്ലാ ദിവസവും ഇതാ പരിപാടി. ഒരാൾ എന്തെങ്കിലും ഒരു ദിവസം കുറച്ച് ദൂരം പോയി ഒരു ചായ കുടിച്ചോടെ വർത്താനം പറഞ്ഞിരിക്കണം അല്ല വിഷയം. നേരെ മറിച്ച് ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ഒരു തരം മാർക്കറ്റിങ്ങിന്റെ ഭാഗമായി നമ്മൾ ഇരകളാകുകയാണ്. അമേരിക്കയുടെ ഫുഡിന്റെ കൾച്ചർ മാറ്റിയത് ആരറിയോ? അമേരിക്കൻ ഫുഡ് കൾച്ചർ ചേഞ്ച് നിങ്ങൾ വെറുതെ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്ക്. കാണ്ടമാനം ഡാറ്റ കിട്ടും നിങ്ങൾക്ക്. ഒരു കമ്പനി ബീക്കൺ വിൽക്കൺ ഒരു കമ്പനി ഒരാൾക്ക് കൊട്ടേഷൻ കൊടുത്തു. അയാൾ എന്താ ചെയ്തറിയോ? രാവിലെ മോർണിംഗ് ഫുഡ് എന്താണ് ഹെവി ഫുഡാകണം, രാവിലെ രാജാവിനെ പോലെ കഴിക്കണം എന്നുള്ള ഒരുപാട് ആർട്ടിക്കിളുകൾ കൊണ്ട് അമേരിക്കയിലെ പത്രങ്ങളും ഇതൊക്കെ നിറഞ്ഞു. കുറഞ്ഞ ചെറിയ ലെവലിൽ ഫുഡ് കഴിച്ച് പോയിരുന്ന ആളുകൾ ഇങ്ങനത്തെ ഒരു ബോധത്തേക്ക് എത്തി. അതാണ് ആരോഗ്യം, അതാണ് ആരോഗ്യം. പിന്നെന്താ വന്നറിയോ? ബീക്കൺ ഈസ് എ ഹെവി ഫുഡ്. ബീക്കൺ നല്ലൊരു ഹെവി ഫുഡാണ്. അമേരിക്കൻ്റെ മോർണിംഗ് ഫുഡ് ബീക്കണായി. നമ്മൾ വിഡ്ഢികളാണ് സുഹൃത്തുക്കളെ, വേറെ വിഷയമാണ്, ഞാനേക്ക് പോണില്ല. നമ്മളെ ഹൃദയമിടിപ്പെടുത്തിട്ടാണ് പ്ലാനിങ് എന്ന്. നമ്മളെ ഹൃദയമിടിപ്പെടുത്തിട്ടാണ് പ്ലാനിങ്. ഓരോ ഇൻഡിവിജ്വലിനാണ്. പണ്ടത്തെ ക്യാമ്പയിൻ എങ്ങനെ? പത്രങ്ങള്, ടെലിവിഷനുകള്, ചാനലുകളൊക്കെ ആയിരുന്നു. ഇന്ന് മെഷീനാണ് പ്ലാൻ ചെയ്യുന്നത്, അൽഗോരിതങ്ങളാണ് പ്ലാൻ ചെയ്യുന്നത്. ഓരോ ഇൻഡിവിജ്വലിന് എവിടെ എത്തിക്കണമെന്ന് അൽഗോരിതങ്ങൾ പ്ലാൻ ചെയ്യാണ്. നമ്മളെ കൾച്ചർ ടോട്ടൽ മാറിയില്ലേ? വീട്ടിൽ ഗസ്റ്റ് വന്നാൽ എന്താ ഫുഡ്? വീട്ടിൽ ഗസ്റ്റ് വന്നാൽ നേരെ പുറത്തുനിന്ന് ബുക്ക് ചെയ്യല്ലേ? പണ്ടെന്തായിരുന്നു? ഞാൻ പറഞ്ഞത് പെട്ടെന്നൊരു ഗസ്റ്റ് വന്നു, അപ്പോൾ ഒരു ഫുഡ് പുറത്തുനിന്ന് കൊണ്ടുവരുന്നതിനെ കുറിച്ചല്ല. ഇയാളിതൊക്കെ കൂടെ വന്ന് ഹറാമാക്കണമെന്നില്ല. നേരെ മറിച്ച് നമുക്കൊരു ഗസ്റ്റ് വന്നു, അയാൾക്കൊരു 3 ചപ്പാത്തിയും ഒരു മുട്ടക്കറിയും ഒരു ഗ്ലാസ് ചായയും നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊടുക്കുമ്പോഴേ അവിടെ ഒരു അതിരുകളില്ലാത്ത ഒരു സ്നേഹം അവിടെ ഉണ്ട്. ഒരു സംശയമല്ല. പണ്ടെങ്ങനെ വിട്ട കോയിൻ ആട്ടിപ്പിടിച്ച് അറുത്തിട്ടാണ് നമ്മൾ കോഴിക്കറി ഉണ്ടാക്കിയത്. പിന്നെ അത് അവിടെ പോയിട്ട് വാങ്ങിക്കൊണ്ടല്ല, ഇത് കട്ടിയലായി. പിന്നെ നേരെ ആപ്പ് കയറി, ആപ്പിലാകുന്ന ജീവിതം. ഒരു വീഡിയോ ഉണ്ടായി, ഞാൻ ചെയ്തിട്ട് പബ്ലിക് ആക്കിയിട്ടില്ല കേട്ടോ, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തതാണ്. ഇത് എനിക്കിപ്പോഴും ഓർമ്മ വരുന്നത്. ആപ്പിലാകുന്ന ജീവിതം എന്നാണ് പറഞ്ഞപ്പോൾ ഫുള്ള് ട്രോളിയിട്ട് പിന്നെ കുറച്ച് ഏറെ തോന്നിയപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടില്ല. ഒക്കെ ആപ്പിലാണ്. രാവിലെ എണീക്കണത് അലാം ക്ലോക്ക് എന്നുള്ള ആപ്പ്, അങ്ങനെ ഫുള്ള് ആപ്പിലാണ് ജീവിതം. അതുകൊണ്ട് നമ്മൾ മണ്ടന്മാരാകരുതെന്നാണ് ഞാൻ പറയണത്. നമ്മളുടെ ജീവിതത്തെ നമ്മൾ പ്ലാൻ ചെയ്യണം. രാവിലെ അത്താഴത്തിന് എണീക്കാൻ ഒരു ടൈം വേണം. ആ ടൈമിൽ എണീക്കണം. എണീക്കുമ്പോൾ ഹൃദയത്തിലുണ്ടാകേണ്ട എന്താ? അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടൊരു കാര്യത്തിന് ഓർമ്മിക്കണം. ബർക്കത്തായ ഫുഡ് കഴിക്കാനാണ് ടൊപ്പാൻ്റെ കുട്ടി എണീക്കണത്. മോനെ എണീക്ക്, പോയിട്ട് 2 അടി ഒരു ചവിട്ടൊക്കെ ഞാൻ നേരെ എന്താ വിളിക്കാനൊന്നും അതല്ല നമ്മളെ ശൈലി. ആദ്യം എന്ത് ചെയ്യണം? ഇതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണം മക്കൾക്ക്. നമ്മൾ ഈ മദ്രസയിൽ ഇത് തുടങ്ങിയിട്ടുണ്ട്. ഈ മദ്രസയിൽ കുട്ടികൾ പഠിക്കുന്ന രക്ഷിതാക്കളൊന്ന് കൈയന്തിക്കും. ഈ മദ്രസയിൽ വളരെ നല്ലത്. ആരുമില്ല തിരൂര് മണ്ഡലത്തിലെ, ഇവിടെ കുറച്ച് മുതിർന്നവരുള്ളതാണ്, ഇല്ലെങ്കിൽ ഒരു അമുക്കിൻ്റെ എന്ന് പറയും. ഞാൻ അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. കഴിഞ്ഞ ആഴ്ച എന്താ കുട്ടിക്ക് പറഞ്ഞു കൊടുത്തറിയോ? നിങ്ങൾ പീസ് റെഡി കോഴ്സ് ഓപ്ഷനിൽ കയറിയാൽ കാണാം. ഞാൻ നിങ്ങളോട് പറഞ്ഞ 5 പോയിന്റ് അല്ലേ? ആദ്യം പറഞ്ഞ 5 പോയിന്റ്. സമൂസ കിട്ടാനും അമ്മായിൻ്റെ കുട്ടി നോമ്പ് നോറ്റതുകൊണ്ട് മത്സരിക്കാനും അല്ല മക്കളെ നോമ്പ് വെൽക്കണമെന്നാണ് കുട്ടിക്ക് നമ്മൾ പറഞ്ഞു കൊടുത്തത്. അപ്പോൾ അത്താഴത്തിന് ഇനി അടുത്ത ആഴ്ച തിങ്കളാഴ്ച എന്താ പറഞ്ഞു കൊടുക്കണ അറിയോ? അത്താഴത്തിന് എണീക്കുമ്പോൾ നമുക്ക് ഉണ്ടാകേണ്ട മനസ്സ്, ഉമ്മച്ചി വിളിക്കുമ്പോൾ ചാടി എണീക്കണം, എന്നിട്ട് അൽഹംദുലില്ലാ എന്ന് പറയണം, എന്നിട്ടോ കഴിക്കണം. ആ അത്താഴം ബർക്കത്തുള്ള ഭക്ഷണമാണ്, അത് കഴിക്കണം. അത് അവിടെ കോഴി പീസ് ഇല്ലാത്തതുകൊണ്ട് സങ്കടമാകാൻ പാടില്ല. ഇതാ പറഞ്ഞു കൊടുക്കണേ. ഇത് കുട്ടിൻ്റെ ഭാഷയിൽ പറഞ്ഞു കൊടുക്കണം. ഇത് വിജ്ഞാനവേദിൻ്റെ ഭാഷയിൽ പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവില്ല. അവൻ്റെ നിലവാരത്തിൽ പറഞ്ഞു കൊടുക്കണം അല്ലേ? അപ്പോൾ അത് അവിടെ നിന്ന് പോന്നു. നമ്മൾ ഒരുമിച്ച് അത്താഴം കഴിച്ചു, ബിസ്മിയൊക്കെ ചൊല്ലി, ബിസ്മി എല്ലാവരും ചൊല്ലി ഒരുമിച്ച് അത്താഴം കഴിച്ചു, ആവശ്യത്തിന് ഫുഡ് കഴിച്ചു. അമിതമായ ഭക്ഷണം കഴിക്കുമ്പോഴുള്ള പ്രശ്നം എന്താ അറിയോ? അമിതമായാലുള്ള പ്രശ്നം കേട്ടോ. ഇന്ന കസറത്ത ത്വആമി തംനഉ സാഹിബഹ അൻ കസീരിൻ മിമ്മ യുരീദ്. അമിത ഭക്ഷണം അത് കഴിക്കണ ആളെന്ത് ചെയ്യും? ഒരുപാട് നന്മയിൽ നിന്ന് തടയും. ചിലർക്ക് ഇത് ബാക്കിയാകുമെന്നറിയും. ബാക്കിയാകണത് പ്ലേറ്റിലായിക്കോട്ടെ, വയറ്റിലാകണ്ട.
വേസ്റ്റ് ആകണത് അങ്ങോട്ട് കൊട്ടിയാലും ഇങ്ങോട്ട് കൊട്ടിയാലും വേസ്റ്റ് ആകുകയാണ്. അത് വേസ്റ്റ് ആകാതിരിക്കാനുള്ളൊരു കയ്യും കണക്കൊക്കെ ഉണ്ടാകുക എന്നുള്ളതാണ് അതിമുണ്ടാകേണ്ട ഒരു സാധനം കേട്ടോ. ഇതിൽ പ്രവാസികൾ കുറച്ചും കൂടി മാതൃകയാണ്. ഞാൻ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് സൗദി പോയിരുന്നു. അപ്പോൾ നമ്മളൊരു സുഹൃത്തിൻ്റെ വീട്ടിൽ കുറേ ഭക്ഷണം ഉണ്ടാക്കിയാണ് ഉപ്പര്, പല 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 ഭക്ഷണം. അപ്പോൾ ഒരു നയം വെച്ച് കഴിക്കണോണ്ട് നമ്മൾ കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് നിർത്തി. അരിസ്മലുണ്ട് കൂടെ. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങളിത് കഴിച്ചിട്ടില്ലെങ്കിൽ ഞാൻ മാത്രമല്ല കുടുങ്ങുക, അടുത്ത 4 റൂമിലുള്ള ആൾക്കാരും കുടുങ്ങും അടുത്തൊരാഴ്ച. എന്താ, ഇത് ഫ്രിഡ്ജിക്ക് എടുത്തേക്കും ചൂടാക്കും തരും, ഇത് ഫ്രിഡ്ജിക്ക് എടുത്തേക്കും ചൂടാക്കും തരും. അതാണ് പരിപാടി. ഫ്രിഡ്ജ് തുറന്നു നോക്കിയാൽ പല ജാതി ഭക്ഷണമാണ്. പിന്നെ വേറൊരു ടീമുണ്ട് നമ്മളെ സ്ത്രീകളെ കൂട്ടത്തിൽ. രാവിലത്തെ ബാക്കി ഉച്ചക്ക് കഴിക്കും, ഉച്ചക്കത്തെ ബാക്കിയും രാത്രി കഴിക്കും, രാത്രിക്കത്തെ ബാക്കി അടുത്ത ദിവസം രാവിലെ കഴിക്കും. അല്ലേ? എന്താ നഷ്ടപ്പെടും, ചൂടാക്കിയിട്ട് ഇങ്ങനെ തിന്നും, എന്നിട്ട് വയറൊക്കെ നാശാക്കും. അപ്പം അതുകൊണ്ട് ആവശ്യത്തിനുള്ള ഭക്ഷണം ഉണ്ടാക്കിയാൽ മതി. നമ്മൾ രാവിലെ പള്ളിക്ക് പോയി ആ അത്താഴം കഴിഞ്ഞിട്ട് പിന്നെ സുബൈൻ്റെ അടിയിലുള്ള സമയം കടക്കൂലാന്ന് തീരുമാനിക്കണം. അതൊരു തീരുമാനമാണ്, കടക്കൂലാന്ന് തീരുമാനിക്കണം. പറ്റുമെങ്കിൽ കുളിക്കണം. എന്താ പറയുക, സുബൈ ഫ്രഷായിട്ട് നിസ്കരിക്കാം. എന്നിട്ടോ സുബൈ കഴിഞ്ഞിട്ട് ഉദയവും കഴിഞ്ഞൊരു 10 മിനിറ്റ് വരെ അവിടെ ഇരിക്കണം. എല്ലാ ദിവസവും പറ്റൂലെങ്കിൽ നിശ്ചിത ദിവസം. എന്നിട്ട് അദ്കാറുകൾ ചൊല്ലിയിരുന്നാൽ അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചു, ഹജ്ജിൻ്റെയും ഉംറൻ്റെയും കൂലിയുണ്ട്. സംശയമുള്ളതുകൊണ്ട് 3 വട്ടം പറഞ്ഞു, ഉണ്ട് എന്ന് 3 വട്ടം പറഞ്ഞു. മക്ക കാണാൻ കഴിയാത്തവരൊക്കെ ഉണ്ട്, പുണ്യം കിട്ടാത്തവരൊക്കെ ഉണ്ട്. പടച്ചോൻ അതിനുള്ള പരിഹാരമൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. അല്ലേ? അത് കഴിഞ്ഞ് വന്നു, നമ്മളെ ജോലിക്കും കാര്യങ്ങൾക്കൊക്കെ പോയി. ഉറങ്ങാൻ എപ്പോഴെങ്കിലും പകലിലൊക്കെ ഒരു സമയം കിട്ടിയാൽ കുറച്ച് നേരം കടന്നുറങ്ങുക. രാത്രിയിൽ കുറച്ച് നേരം ഓതാൻ പറ്റുമെങ്കിൽ ഓതുക. എല്ലാ വക്തും ജമാഅത്തായി നിർവഹിക്കുമെന്ന് തീരുമാനിക്കുക. എല്ലാറ്റിൻ്റെയും മുന്നിലും പിന്നിലുള്ള സുന്നത്തൊക്കെ എടുക്കുക. വീട്ടിലൊക്കെ ആണെങ്കിൽ സ്ത്രീകളൊക്കെ ജമാഅത്തായിട്ട് നിസ്കരിക്കുക. ആദ്യം അമ്മ നിസ്കരിച്ചും, പിന്നെ ഇളയച്ച് നിസ്കരിച്ചും, പിന്നെ മൂത്തച്ച് നിസ്കരിച്ചും. അല്ലേ? കുട്ടികളൊക്കെ ഉള്ള സ്ത്രീകളുണ്ടാകും. കുട്ടികളുള്ള സ്ത്രീകൾ ചില ആൾക്കാരത്തൊക്കെ മറക്കലാണ്. ഞാൻ സ്ത്രീകളോടാണ് പറയണേ, എനിക്കും 2 കുട്ടികളുണ്ടായിരുന്നു, ഓലും വലുതായി കണ്ട് ഇപ്പോൾ +2 ആയതാണ്. എന്താ എൻ്റെ തീരാത്ത? ഇപ്പോഴും തീർന്നില്ലേ? ഈ കുട്ടിക്ക് ഇത് ഇട്ടുകൊടുക്കണം, പാമ്പേഴ്സ് ഇട്ടുകൊടുക്കണം. അപ്പോൾ ആ കുട്ടി ഇത് വേണ്ടാന്നറിയും കേട്ടോ. എനിക്ക് ചെറിയ 2 കുട്ടികളുണ്ട്, അതുകൊണ്ട് ഇത് ശരിക്കും അറിയാം. അവിടെ പറയണേ, ഞമ്മ വന്നിട്ടാണ്ട് ഏറ്റെടുക്കും. ഭയങ്കര ഭംഗിയുള്ളൊരു കാഴ്ച. നമ്മളെന്താ വെച്ചാൽ ഈ മനുഷ്യന്മാരെ എല്ലാ നെഗറ്റീവും കൂടി കേൾക്കേണ്ട ഒരു പരീക്ഷണം, എന്തായാലും പറയാനൊന്നും അറിയില്ല. എല്ലാം കൂടി ആളുകൾ ഇങ്ങനത്തെ ഇഷ്യൂസൊക്കെ നമ്മളോടൊക്കെ പറയും. അപ്പോൾ പറയണതാണ് എന്ത്, പീസ് റേഡിയോ നന്നായിട്ട് കേൾക്കണേ കുടുംബങ്ങളൊക്കെ അവരെ പ്രശ്നം പരിഹരിക്കാൻ റേഡിയോ കൂടെ പറയിപ്പിക്കുക ചെയ്യുക. അപ്പം ഞാൻ പറയണത് അവിടെയൊക്കെ ഒന്ന് സഹകരിച്ചു കൊടുക്കണം. അത്തരം പ്ലാനിങ്ങിലൊക്കെ ഒന്ന് ഇടപെട്ട് കൊടുക്കണം. അവിടെയൊക്കെ നമ്മൾ കൂലി വാരി കൂട്ടണേ. പിന്നെ അവിടെ വരുമ്പോൾ പള്ളിയിൽ ബഹളം ഉണ്ടാക്കുന്ന കുട്ടികളുണ്ടാവും. അതാരെ കൈകാര്യം ചെയ്യോ? അനങ്ങിയിട്ടുണ്ടെങ്കിൽ കാണിച്ചു തരണമെന്നൊക്കെ പറയും. ഓനാ വൈക്ക് വരുമോ? തുർക്കിയിലൊരു പള്ളിയിൽ എഴുതിച്ചെന്താ അറിയോ, ബാക്കിലെ സെഫെന്ന് കുട്ടികളുടെ കളിയും ചിരിയും കേട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ അടുത്ത തലമുറയെ കുറിച്ച് നിങ്ങൾ പേടിച്ചോളിയെന്നാണ്. അപ്പോൾ കുട്ടികളെ മാനേജ് ചെയ്യാനൊരു പ്ലാൻ ഉണ്ട്. ഞങ്ങളെ പള്ളിയിൽ എന്തായാലും ചെയ്യാറിയോ? ഇപ്പം നമ്മളിവിടെ പ്രഖ്യാപിച്ച് നിങ്ങൾ കണ്ടില്ലേ? നിങ്ങൾ ആരെങ്കിലും ദപ്പം ഇവിടുന്ന് എണീറ്റു, ഇതേവരെ ഇവിടെ ഉണ്ടായിരുന്നു. ഹലോ ചങ്ങന്മാരെ, നിങ്ങളെ 100 പോയിന്റ് പോയി. എന്താ ആൾക്കാരാണ്. ഞാൻ അപ്പോൾ ബോയ്സ് ജയിച്ചു നേരത്തെ നിൽക്കുമ്പോഴെ ഗേൾസ് അടിച്ച് അവരൊരു പെൺകുട്ടി ഓടണില്ല, എല്ലാവരും അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. ശരി, നമ്മളെന്താ ചെയ്യാറ്? നമ്മൾ പ്രഖ്യാപിക്കും. എല്ലാം കഴിഞ്ഞിട്ട് വാപ്പാരൊക്കെ അവിടെ ഇരിക്കണ്ടോ, എല്ലാവരും വരി അവിടെ എല്ലാം അങ്ങോട്ട് വാ, എല്ലാവരും കൂട്ടിയിരുത്തു, കൈയൊക്കെ കൊടുത്ത് അവരോടൊന്ന് പറയിങ്ങനെ. ഇനിയുള്ള 30ാമത്തെ ദിവസം അവിടെ ഒരു സമ്മാനദാനമുണ്ട്. എന്നിട്ടോ സമ്മാനം കൊടുക്കുമ്പോൾ പിന്നെ എല്ലാവർക്കും കൊടുക്കും. മനസ്സിലായില്ലേ? പിന്നെ കൈകാര്യം ചെയ്യാൻ ഒരാൾ ചുമതല ഏറ്റെടുക്കും. കാണുന്നോല് കുട്ടികളെ ആട്ടാൻ നിൽക്കില്ല. ചില കുട്ടികൾക്ക് ADHD പ്രശ്നമൊക്കെ ഉണ്ടാവും. എന്താ ADHD എന്താണെന്ന് അറിയില്ലെങ്കിൽ നമ്മൾ പാരൻസ് അല്ല എന്നതിൻ്റെ അർത്ഥം. ആ കുട്ടിയെ നല്ല അനുഭവിക്കുന്നുണ്ടാവും. നിങ്ങൾ നോക്കിയാൽ ഇപ്പോൾ പറയാൻ സമയമല്ല കേട്ടോ. അപ്പോൾ അങ്ങനത്തെ കുട്ടികളൊക്കെ ഒന്നുകൂടി നമ്മൾ വേറെ മാനേജ് ചെയ്യും. കുട്ടികൾ വരുന്ന പോലെ എല്ലാവരും എല്ലാം നിസ്കരിക്കണം എന്നൊന്നുമില്ല. ഒരു സ്വസ്ഥമായിട്ട് അവിടെ ഇരുന്നാൽ മതി.
അപ്പോൾ കുട്ടികളുള്ള സ്ത്രീകൾക്കൊക്കെ പള്ളിക്ക് വരാൻ പറ്റും. പിന്നെ കുട്ടികളുടെ സ്ത്രീകൾ മനസ്സിലാക്കേണ്ട എന്താ, കുട്ടി പേരും കരച്ചിൽ കാര്യമാണ്. നേരെ കൈ അയച്ചിട്ടിട്ട് പുറത്തേക്ക് പോവുക, കുട്ടീനൊക്കെ ഒന്ന് സെറ്റിലാക്കുക, എന്തെങ്കിലുമൊക്കെ മിഠായിയോ കളിപ്പാട്ടൊക്കെ കൊണ്ടുവരിക. അപ്പോൾ മിഠായി കൊണ്ടുവരുമ്പോൾ കുറച്ച് കുട്ടികൾ അവിടെ ഉണ്ടാവും എന്ന് വിചാരിക്കണം, എന്നിട്ട് കൊണ്ടുവരണം. അപ്പോൾ ഈ കുട്ടികളുള്ള ഉമ്മമാർ തമ്മിൽ നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് വേണം. അങ്ങനെയൊക്കെയാണ്, അപ്പോഴേ നമുക്കിതൊക്കെ നടക്കുള്ളൂ. അതിനൊക്കെ കൂലിയാണ്. ഇതൊക്കെ ഇബാദത്ത് എടുക്കാൻ വേണ്ടി നമ്മൾ ഇതൊക്കെ ഈ പ്ലാനൊക്കെ ചെയ്യണത്. അതാണ് യാ ഇബാദി തഫറഖു ലിഇബാദത്തി, എൻ്റെ അടിമകളെ നിങ്ങളെനിക്ക് ഇബാദത്ത് എടുക്കാൻ സമയം ഉണ്ടാക്കൂന്നാണ്. ആ അസ്റസല കഴിഞ്ഞിട്ട് മിക്കവാറും ആൾക്കാരുടെ പരിപാടി എന്താ അറിയോ, അന്ന് നോറ്റ് നോമ്പ് കൊളാക്കുക. ഇപ്പോൾ വി ഡി സതീശൻ്റെ യാത്ര ഉണ്ട്, ഗോവിന്ദമാശി യാത്ര കഴിഞ്ഞോ എന്ന് എനിക്കറിയില്ല അല്ലേ, ഇങ്ങനെ പലതുണ്ട്. അപ്പോൾ ഭയങ്കരതാണ് അവിടെ അങ്ങനെ ആക്കിയിട്ടുണ്ട്. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തായാലും ചെയ്തിട്ടില്ല. ഓൻ ചെയ്താലും ഇല്ലെങ്കിൽ ഓന് പോയി, ഓന് കിട്ടി. നമ്മളത് എന്നോ പോയി. അപ്പം അതുകൊണ്ട് ഇങ്ങനത്തെ കാര്യത്തിൽ നിന്നൊക്കെ ഒന്ന് റിലാക്സ് ചെയ്ത്, പിന്നെ ക്ലാസ്സും പരിപാടി, കുട്ടികൾക്ക് പ്രത്യേക ക്ലാസ്, ചെറുപ്പക്കാർക്ക് യൂബത ഉണ്ട്. യൂബത എന്ന് പറഞ്ഞാൽ എന്താ, ഇവിടെ ഉള്ള എല്ലാ ഭക്തനും ജമാഅത്ത് വരുന്ന 13 ആൾ ഒന്നിച്ചിരുന്നാണ്ട് കൂടി പിരിഞ്ഞാണ്ട് അതിന് യൂബത എന്ന് പേരിട്ടാലേ നല്ല മാറ്ററാണ് കിട്ടും. ഇവിടെ ഉള്ള അങ്ങാടിയിൽ കറങ്ങുന്ന ആളുകളെ പോയി വിളിച്ചൊണ്ടരലാണ്. ഓനെ കിട്ടണമെങ്കിൽ ഏതോ ഒരാൾ കാണേണ്ടി വരും. കാണലാണ്, വിളിക്കലാണ്, ക്ഷണിക്കലാണ്, അവർക്ക് ദീന് പറഞ്ഞു കൊടുക്കലാണ്. അതോടെ ആഫീസ് പൂട്ടലല്ല, അതിൻ്റെ തുടർച്ച പ്ലാൻ ചെയ്യലാണ്, അവരുടെ കർമ്മശേഷിയെ വിനിയോഗിക്കലാണ്. അവിടെ വെച്ച് തീരുമാനം എടുക്കുക, അങ്ങനെ ഒരു വിധവ ഉണ്ട്, ഓൽക്കൊരു വീട് വെച്ച് കൊടുക്കണം, നിങ്ങളെ സഹായം വേണം, എല്ലാവരും ഇറങ്ങണം അല്ലേ. ട്രീറ്റ് പദ്ധതി ഉണ്ട്. എന്താ ട്രീറ്റ് പദ്ധതി? നമ്മൾ കരിച്ചതും പൊരിച്ചതൊക്കെ തിന്നുമ്പോൾ എന്താ, മരുന്നിൻ്റെ പണം തികയാത്തത് കൊണ്ട് ഭക്ഷണം കിട്ടാത്ത ആൾക്കാർ ഇവിടെ ഉണ്ട് അല്ലേ. ഒരു പാവപ്പെട്ട കുടുംബത്തിൻ്റെ ഒരു മാസത്തെ ഫുഡ് 2000 രൂപ ഒരു കടയിൽ നമ്മൾ കൊടുക്കും, ഓർക്ക് വേണ്ടത് അവിടെ പോയി വാങ്ങിയിട്ട് പോകാം. അതാ പദ്ധതി. വളരെ ശക്തമായി 1ാമത്തെ 10ൻ്റെ ഉള്ളിൽ ഒരു ശാഖയിൽ 5 കുടുംബങ്ങളെ ഏറ്റെടുക്കണം എന്നാണ് നമ്മൾ തീരുമാനം. അതാ 9 മണിക്ക് 2 മിനിറ്റാണ് ആ ഒരു മീറ്റിങ്ങിക്ക് എനിക്ക് കയറാനും ഉണ്ട്. അപ്പം ഞാൻ പറയണത്, കുറച്ച് പുതിയ കാര്യങ്ങൾ വ്യക്തി എന്നുള്ള നിലക്കും ഒരു ടീം എന്നുള്ള നിലക്കും കുടുംബം എന്നുള്ള നിലക്കും ഒക്കെ നമുക്ക് ചേർത്ത് വെച്ച ഒരു റമദാൻ കാലമായി ഇതിനെ മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കണം. അതിന് നിങ്ങളെ വീട്ടിലൊരു കുടുംബയോഗമാണ് ഞാൻ നിർദ്ദേശിക്കുന്നത്. എന്താ കുടുംബയോഗം? മൗലവി വന്നിട്ടുള്ള കുടുംബയോഗമല്ല. ഭാര്യ മക്കളെല്ലാവരും ഒന്നിച്ചിരുന്ന് നമ്മൾ എങ്ങനെ പോണ്ടു, എന്തൊക്കെ വേണ്ടു, എങ്ങനെയൊക്കെ ആകണ്ടു എന്ന് ചർച്ച ചെയ്യുക. മക്കളെ കൊണ്ടൊക്കെ അഭിപ്രായം പറയിപ്പിക്കുക അല്ലേ. മക്കൾക്ക് നല്ല സമ്മാനങ്ങളൊക്കെ ഓഫർ, അതൊക്കെ സ്വഹാബത്ത് ചെയ്തതാണ്. നിസ്കരിക്കണവർക്കും നോമ്പ് വെക്കണവർക്കും സമ്മാനം കൊടുത്തത് നമ്മളുണ്ടാക്കിയ പുതിയ സമ്പ്രദായമൊന്നുമല്ല. അങ്ങനെയൊക്കെ നമ്മൾ പ്രചോദിപ്പിച്ച് മക്കളെയും കുടുംബത്തെയൊക്കെ കൂടെ നിർത്തി മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അവൻ്റെ മുഅ്മിനുകളിൽ, മുഖ്ലിസുകളിൽ, മുത്തഖീങ്ങളിൽ അവൻ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹുവിൻ്റെ വഴിയിൽ സഞ്ചരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകുമാറാകട്ടെ. രോഗവും വിഷമമൊക്കെ അനുഭവിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവരുടെ അടുത്തൊക്കെ പോവുക. വീൽ ചെയറിൽ ഇരിക്കുകയായിരിക്കും. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളെ നമ്മൾ പള്ളിക്കൊക്കെ കൊണ്ടുപോകുമെന്ന് പറയാം. ഒന്നുമില്ലെങ്കിലും അവസാനത്തെ 10 ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കണം. അവിടെ ബാക്കിൽ ആ വീൽ ചെയറിൽ ആ സാധു അങ്ങനെ ഇരുന്നോട്ടെ. പക്ഷെ 3-4 ഏറ്റേണ്ടി വരും. ചിലപ്പോൾ ആ വീട്ടിലേക്ക് വണ്ടി പോകണുണ്ടാവില്ല. പെരുന്നാൾക്ക് പോലെ കുപ്പായം മാറ്റി കൊടുക്കാൻ നമ്മൾ ചെല്ലണം എന്നാണ് ഞാൻ പറയണത്. നമ്മൾ ചെല്ലണം, നമ്മൾ ഏറ്റെടുക്കണം. പെരുന്നാളിൻ്റെ തക്ബീർ ധ്വനികൾ മുഴങ്ങുമ്പോൾ ഏറ്റവും ബാക്കിൽ സ്ട്രക്ചറിൽ കിടക്കുന്ന ഒരാളാണെങ്കിലും അയാൾക്ക് അവിടെ വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ അത് സാധിച്ചു കൊടുക്കണം. അപ്പോഴേ ജീവിതത്തിന്റെ ലക്ഷ്യം പൂർണ്ണാകണുള്ളൂ. DJ മ്യൂസിക് നൈറ്റുകളിൽ പോയി ചാടുന്നതല്ല ആസ്വാദനം, കയ്യിലിങ്ങനെ പൊട്ടിച്ചിട്ടിട്ട് ചുണ്ടിലേക്ക് എടുത്തു വെക്കുന്നതല്ല ആസ്വാദനം. കരളിൽ 1000 കിനാവുകളുമായി, മനസ്സിൽ 1000 സ്വപ്നങ്ങളുമായി കഴിയുന്ന കുറെ മനുഷ്യരുണ്ട്. അവരെ ചേർത്ത് പിടിക്കാൻ കഴിയണം. നമ്മളെ അമ്മാൻ്റെ അടുത്തിരുന്ന് 2 വർത്തമാനം പറയാൻ കഴിയണം. നമ്മളെ വാപ്പാൻ്റെ കയ്യിൽ കുറച്ച് പൈസ കൊടുക്കാൻ കഴിയണം. പല പിരിവാരും വരും, മൂപ്പരടുത്ത് പൈസ ഉണ്ടാവില്ല. നമ്മളെ വീട് നടത്തിയതുകൊണ്ടായില്ല. നമ്മളെ ഉമ്മാക്ക് ബക്കറ്റിലിടാൻ പൈസ വേണം. നമ്മളെ ഭാര്യൻ്റെ കയ്യിൽ കുറച്ച് പൈസ കൊടുക്കണം. നമ്മളെ ബജറ്റ് തീരുമാനിക്കണം. ഇത്ര രൂപ കൊണ്ട് റമദാനിലെ ചെലവ് കഴിയണമെന്ന് തീരുമാനിക്കണം. ശേഷിപ്പുകളിൽ നിന്ന് പാവപ്പെട്ടവൻ്റെ നിറയുന്ന കണ്ണുകൾക്ക് ആശ്വാസം പകരണം. രോഗികളായ ആളുകൾക്ക് ശാന്തമായി അവർക്ക് വീട്ടിലിരിക്കാനുള്ള സാഹചര്യം ഉണ്ടാകണം. പൊരിവെയിലത്ത് അധ്വാനിക്കുന്ന കുടുംബക്കാരൻ്റെ അക്കൗണ്ടിക്ക് പൈസ ഇടണം. നിർവാഹമില്ലെങ്കിൽ പണിക്ക് പോയാൽ മതി എന്ന് പറയാൻ നമുക്ക് പറ്റണം.
പറയാൻ നമുക്ക് പറ്റണം. അവിടെയാണ് നോമ്പിൻ്റെ പ്ലാനിങ് പൂർത്തിയാകുന്നത്. അല്ലാതെ പൊടിയും അരിയും പച്ചക്കറിയും പെരിയിൽ കൊണ്ടുവന്ന് വെച്ച് ഫ്രിഡ്ജ് നിറച്ചുകൊണ്ട് പ്ലാനിങ് പൂർത്തിയാകുന്നില്ല എന്നുള്ളത് ഓർക്കുക. ഒരു 5 ആളോടെങ്കിലും ദീന് പറയാൻ ഈ മാസം നമ്മൾ ഉപയോഗിക്കുക. ബാറകല്ലാഹു ഫീക്കും ജമിയാൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.